ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുന്നത്തിന്റെ പ്രാമാണികതയും വിമർശിക്കപ്പെടുന്ന ഹദീസുകളും എന്ന വിഷയത്തിൽ ലേണേഴ്സ് ഓഫ് ഇസ്ലാം വാട്സപ്പ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരിപാടിയിലെ ഈ വിഷയത്തിലുള്ള രണ്ടാമത്തെ പ്രഭാഷണമാണ്, ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ആദ്യമായി ഖിറാഅത്ത് നടത്തുന്നത് എൻ്റെ മകളാണ് നുസ്ഹ സൈൻ. നുസ്ഹ സൈനെ ഖിറാഅത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون. لقد حق القول على أكثرهم فهم لا يؤمنون. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു നമ്മുടെ ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്നത്തിന്റെ പ്രാമാണികതയും വിമർശിക്കപ്പെടുന്ന ഹദീസുകളും എന്ന വിഷയത്തിന്റെ പാർട്ട് 2 ആണ് ഇന്നത്തെ സ്റ്റഡി ക്ലാസിന്റെ വിഷയം. കഴിഞ്ഞ കുറെ ആഴ്ചകളായി ഇസ്ലാമിക പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ അകത്ത് വളരെ വ്യാപകമായ തോതിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ചില തെറ്റായ ആശയങ്ങളുടെ, അതിന്റെ പ്രചാരണങ്ങൾക്ക് വേണ്ടി ചില തൽപര കക്ഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേലകളുടെ നിജസ്ഥിതി കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള പ്രഭാഷണ പരിപാടികൾ ആഴ്ചതോറും നടത്തി വരുന്നത്. അൽഹംദുലില്ലാഹ്, കാര്യങ്ങൾ ശരിയായ വിധത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും ഒരുപാട് തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കാനും പുതിയ കുറെ പഠന മേഖലകളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുവാനും ഒക്കെ ഇത് സഹായകമായി തീർന്നിട്ടുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇന്ന് വിഷയം അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ കുറെ ആഴ്ചകളായി ഈ വിഷയകമായ ചർച്ചകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനായ ജലീൽ കോലോത്ത് സാഹിബാണ്. അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. വിഷയത്തിന്റെ അവതരണം ആദ്യം നടക്കും, ശേഷം ഹ്രസ്വമായ ഒരു ചർച്ചയും ഉണ്ടാകും. പ്രഭാഷണം ശ്രവിക്കുവാനും ചർച്ചയിൽ പങ്കെടുക്കുവാനും എല്ലാവരും ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യണം എന്ന് ഉണർത്തിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രഭാഷകൻ ജലീൽ കോലോത്തിനെയും ശ്രവിക്കുന്നതിന് വേണ്ടി, ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സുഹൃത്തുക്കളെയും ലേണേഴ്സ് ഓഫ് ഇസ്ലാം വാട്സാപ്പ് കൂട്ടായ്മയുടെ പേരിൽ ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ജലീൽ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല
നാം ഓരോരുത്തരെയും അവന്റെ സ്വാലിഹുകളായ ദാസീദാസന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച ഈ ടൈറ്റിലുമായി ബന്ധപ്പെട്ട് സുന്നത്തിന്റെ പ്രാമാണികത എന്താണെന്ന് ഖുർആനിന്റെയും അതുപോലെ സുന്നത്തുകളുടെയും അടിസ്ഥാനത്തിൽ നാം സവിസ്തരം ചർച്ച ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ഇനി ഈ ടൈറ്റിലിന്റെ തന്നെ മറ്റൊരു പാർട്ടായി വരുന്ന വിമർശിക്കപ്പെടുന്ന ഹദീസുകളിലേക്ക് ഇന്നു മുതൽ നമുക്ക് പ്രവേശിക്കാം. അങ്ങനെ നമ്മുടെ സമയവും സന്ദർഭവും അനുസരിച്ച് ഓരോ ഹദീസുകളും നമുക്ക് ചർച്ച ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഈ ഗണത്തിൽ ഇന്ന് നാം പരിശോധിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഏറെ പ്രമാദമായ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇട നൽകിയിരിക്കുന്ന പ്രവാചകന്റെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെയും വിവാഹപ്രായമാണ്. ഈ വിവാഹപ്രായത്തെ സംബന്ധിച്ച് ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: തസവ്വജനി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അന ബിന്തു 6 സിനീൻ വ ബനാബി വ അന ബിന്തു 9 സിനീൻ. എന്നെ പ്രവാചകൻ വിവാഹ ഉടമ്പടി നിശ്ചയിക്കപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ വിവാഹ ഉടമ്പടി നടത്തപ്പെട്ടിരുന്നത് 6-ാമത്തെ വയസ്സിലും ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുന്നത് 9-ാമത്തെ വയസ്സിലുമാണ്. ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം നസായി, ഇബ്നു മാജ, അതുപോലെ ഇബ്നു ഹിബ്ബാൻ, ബൈഹഖി, അതുപോലെ തൊബറാനി, മുസ്നദ് അഹ്മദ് എന്നുവേണ്ട ഇത്തരത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ 99% ഗ്രന്ഥങ്ങളിലും ഈ വിഷയം ഇതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിന് വിരുദ്ധമായി മറ്റൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ വിഷയമാണ് ചില ഇസ്ലാമിന്റെ ശത്രുക്കളുടെയും ഒക്കെ വിമർശനത്തിന് വിധേയമായിട്ടുള്ളത്. അപ്പോൾ ഈ പ്രായത്തെ വിമർശിക്കുന്ന ആളുകളെ നമുക്ക് ഇപ്പോൾ 4 കാറ്റഗറൈസ് ചെയ്യാം. അതിൽ ഒന്നാമത്തേത് ഏവർക്കും അറിയുന്നത് പോലെ ക്രൈസ്തവ മിഷണറിമാരാണ്. ഈ കാറ്റഗറിയിൽ വരുന്ന 2ാമത്തെ ടീമുകൾ തീവ്ര വലതുപക്ഷ സംഘപരിവാരങ്ങളാണ്. 3ാമത്തെ കാറ്റഗറിയിൽ നമുക്ക് ചേർക്കാവുന്നത് നാസ്തിക നിരീശ്വരവാദികളാണ്. 4ാമത്തെ കാറ്റഗറിയിലേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നത് നമ്മുടെ ഇന്നത്തെ ചർച്ചയ്ക്ക് പശ്ചാത്തലീഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിന് നിദാനമായി തീർന്നിരിക്കുന്ന സർവവേദ സർവമത സത്യവാദികളും സുന്നത്ത് നിഷേധികളുമാണ്. അപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രോഗ്രാമിന്റെ ഒക്കെ പശ്ചാത്തലം ഏവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അത് ഒരു തെറ്റിദ്ധരിക്കരുത്. ഈ പ്രോഗ്രാം എന്ത് പശ്ചാത്തലത്തിലാണ് നടത്തപ്പെടുന്നത് എന്നുള്ളത് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ പറയപ്പെട്ട 4ാമത്തെ കാറ്റഗറിയിലുള്ള ആളുകളെ നമുക്ക് ആദ്യമായി സംബോധന ചെയ്യാം. അവർ ഇതിനെ എന്തുകൊണ്ടാണ് നിഷേധിക്കുന്നത്? ഇത് നിഷേധിക്കാൻ ഈ 4ാമത്തെ കാറ്റഗറിയിൽപ്പെട്ട സർവമത സത്യവാദികൾ, അല്ലെങ്കിൽ മറ്റൊരു പേരിൽ അവർ തന്നെ ഞങ്ങളുടെ പേര് ഇങ്ങനെയാണ് എന്ന് പറയുന്ന അവരുടെ അവകാശവാദ പ്രകാരം സർവവേദ സത്യവാദികളായിട്ടുള്ള ഇവർ ഇതിന് പറയുന്ന ന്യായം എന്താണെന്ന് നമ്മൾ പറയാതെ നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് അത് ഒന്ന് കേട്ടു നോക്കാം ഇൻഷാ അല്ലാഹ്. പിൽക്കാല രാജാക്കന്മാർ അവരുടെ കുടിലമായ പ്രവൃത്തികൾക്ക്, അവരുടെ വൃത്തികെട്ട താല്പര്യങ്ങൾക്ക്, അവരുടെ അധികാരമോഹത്തിന്, അവരുടെ യുദ്ധക്കൊതിക്ക്, അവരുടെ ക്രൂരതയ്ക്ക്, അവരുടെ അതിരുവിട്ട ലൈംഗികതയ്ക്ക് ന്യായീകരണങ്ങൾ കണ്ടെത്താൻ വേണ്ടി പ്രവാചകനെ കരുവാക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലല്ലേ ബാലികമാരുമൊത്ത് ശയിക്കാൻ രാജാക്കന്മാർക്ക് കഴിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലല്ലേ ബാലികമാരുമൊത്ത് ശയിക്കാൻ രാജാക്കന്മാർക്ക് കഴിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലല്ലേ ബാലികമാരുമൊത്ത് ശയിക്കാൻ രാജാക്കന്മാർക്ക് കഴിയുള്ളൂ. അപ്പോൾ ഇതാണ്
ബാലികമാരുമൊത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശയിച്ചു എന്ന് എഴുതി വിട്ടാലാണ് രാജാക്കന്മാർക്ക് ഇതിന് കഴിയുള്ളൂ. ഇത് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയാണ്. രാജാക്കന്മാർക്ക്, അതായത് ഇദ്ദേഹം രാജാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഇസ്ലാമിക ഭരണാധികാരികളെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള രാജാക്കന്മാർക്ക് ബാലികമാരുമൊത്ത് ശയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംഗതികൾ എഴുതി വിട്ടത്. അഥവാ ഈ പറയുന്നത് ഈ രാജാക്കന്മാരുടെ നിർമ്മിതികളാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇത് എത്രത്തോളം ദയനീയമാണ്, എത്രത്തോളം സഹതാപാർഹമാണ് എന്നുള്ളത് ചരിത്രത്തിന്റെയും പൗരാണിക ചരിത്രവും പൗരാണിക സംസ്കൃതിയും പൗരാണിക ജീവിത ശൈലിയും ഇതിനെക്കുറിച്ചൊക്കെ കേവല ധാരണയെങ്കിലും ഉണ്ട് എങ്കിൽ ഇത്തരത്തിൽ ഒരു അബദ്ധം അദ്ദേഹം പറയുകയില്ല. നമുക്കറിയാം 19-ാം നൂറ്റാണ്ട് വരെ ലോക ചരിത്രകാരന്മാരൊക്കെ ഒന്നായി അഭിപ്രായപ്പെടുന്ന ഒരു അഭിപ്രായമുണ്ട്. 19-ാം നൂറ്റാണ്ട് വരെ അഡൽട്ട്ഹുഡിന്റെ മാനദണ്ഡമായി കണക്കാക്കപ്പെട്ടിരുന്നത്, അഡൽട്ട്ഹുഡിന്റെ ക്രൈറ്റീരിയയായി ലോക ജനത കണക്കാക്കിയിരുന്നത് പ്യൂബർട്ടി ആയിരുന്നു. പ്യൂബർട്ടി, ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി എപ്പോഴാണോ പുഷ്പിണിയാകുന്നത്, അവൾ പുഷ്പിണിയായി കഴിഞ്ഞാൽ അതാണ് അഡൽട്ട്ഹുഡിന്റെ പ്രായപൂർത്തിയുടെ അടയാളം. ഇങ്ങനെയാണ് 19-ാം നൂറ്റാണ്ട് വരെ, 6-ാം നൂറ്റാണ്ടൊന്നുമില്ല, പൗരാണിക കാലം മുതൽ നമ്മുടെ ഈ കഴിഞ്ഞ നൂറ്റാണ്ട് വരെ 19-ാം നൂറ്റാണ്ട് വരെ കണക്കുകൂട്ടിയിരുന്നത് ഇങ്ങനെയാണ്. ഇത് ലോക ചരിത്രകാരന്മാർ അംഗീകരിക്കുന്ന വസ്തുതയുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചരിത്രങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ചരിത്രത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത, പൗരാണിക ജീവിത ശൈലിയെക്കുറിച്ചോ അവരുടെ സംസ്കൃതികളെ കുറിച്ചോ ഒരു ധാരണയും ഇല്ലാതെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചരിത്രത്തിൽ ഇങ്ങനെയാണ് എന്നുള്ളതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ജെറമി റഫ്കിൻ അദ്ദേഹത്തിന്റെ ദ എംപതിക് സിവിലൈസേഷൻ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി 19-ാം നൂറ്റാണ്ട് വരെ അഡൽട്ട്ഹുഡിന്റെ ക്രൈറ്റീരിയയായി ലോകം കണ്ടിരുന്നത് പ്യൂബർട്ടിയാണ് എന്ന് ജെറമി റഫ്കിൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അദ്ദേഹത്തിന്റെ ദ എംപതിക് സിവിലൈസേഷൻ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ എല്ലാ ചരിത്രകാരന്മാരും അംഗീകരിക്കുന്ന സർവ അംഗീകൃതമായ ഒരു കാര്യമാണ് താനും ഇത്. അതേസമയം ഈ പ്യൂബർട്ടി എന്ന് പറയുന്നത് ഉഷ്ണമേഖലകളിൽ ഏർലി സ്റ്റേജിലും എന്നാൽ ആപേക്ഷികമായി ശൈത്യമേഖലകളിൽ അല്പം കൂടെ ലേറ്റ് സ്റ്റേജിലും ഉണ്ടാകുന്നു എന്നുള്ളതും സർവ അംഗീകൃതവും അവിതർക്കിതവുമായിട്ടുള്ള വസ്തുതയുമാണ്. അഥവാ ഈ പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം പൗരാണിക കാലം മുതൽ ചെറുപ്രായത്തിൽ തന്നെ അഡൽട്ട്ഹുഡ് സ്ഥിരീകരിക്കപ്പെടുകയും അല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെടുകയും തദ്വാര ചെറുപ്രായത്തിൽ വിവാഹങ്ങൾ നടക്കാറുണ്ട് എന്നുള്ളത് വസ്തുതയുമാണ്, യാഥാർത്ഥ്യവുമാണ് എന്നുള്ളതാണ്. അതല്ലാതെ അത് ഏതെങ്കിലും ഒരു രാജാവ് ഇരുന്നിട്ട് രാജാവിന് ബാലികയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതൊന്നുമല്ല. ഏതെങ്കിലും ഒരു ഏകഛത്രാധിപതിയായ രാജാവിന് ഇനി അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ പോലും അയാൾ ഇത്തരത്തിൽ നുണകളൊന്നും മെനയേണ്ടതില്ല. അത് മനസ്സിലാക്കണം. ഇനി ചരിത്രത്തിൽ ഉള്ള 1-2 സാമ്പിളുകൾ മാത്രം നമ്മൾ പരിശോധിച്ചു പോവുകയാണ്. യൂറോപ്പ്, അമേരിക്ക, നമ്മുടെ ഭാരതം, അതുപോലെ കേരളം. 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മുടെ ഇക്കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ 19, 18, 17 നൂറ്റാണ്ടുകളിലൊക്കെ എങ്ങനെയായിരുന്നു വിവാഹം എന്നുള്ളതിനെ കുറിച്ച് അങ്ങോട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ തന്നെ പേരൻസ് അല്ലെങ്കിൽ ഒരു തലമുറയോ 2 തലമുറയോ മുമ്പുള്ള നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഏത് വയസ്സിലായിരുന്നു വിവാഹം കഴിച്ചിരുന്നത് എന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഏതെങ്കിലും അവർക്ക് ബാലികമാര് വേണമെന്ന് കരുതിയിട്ടാണോ? അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അന്ധമായ വിരോധമാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനോട് ഇത്തരത്തിൽ അന്ധമായ ഒരു വിരോധമാണ് ഈ സർവ്വമതവേദ സുന്നത്ത് നിഷേധികൾ എന്നുള്ള ആളുകൾ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ചരിത്രത്തിലേക്ക് പോവാം. ഈ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പോലും മാരേജിന്റെ വയസ്സ് എത്രയായിരുന്നു എന്നുള്ള ചർച്ചയിൽ പ്രൊഫസർ റിച്ചാർഡ് വെർട്ട്ലിയും അതുപോലെ തന്നെ പ്രൊഫസർ സ്റ്റീഫൻ സ്മോൾബോൺ
ഇവർ രണ്ടുപേരും ചേർന്ന് എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഇന്റർനെറ്റ് ചൈൽഡ് പോണോഗ്രാഫി കോസസ്, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്രിവെൻഷൻ എന്ന ഈ പുസ്തകത്തിൽ ഇദ്ദേഹം അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും രേഖപ്പെടുത്തുന്നത്, ഇൻ മെഡീവൽ ആൻഡ് ഏർലി മോഡേൺ യൂറോപ്യൻ സൊസൈറ്റീസ് ദ ഏജ് ഓഫ് മാരേജ് റിമൈൻഡ് ലോ with documented cases of brides as young as 7 years. Documented കേസുകൾ അനുസരിച്ചിട്ട് as young as 7 years. വളരെ കൃത്യമായി ഇവർ പറയുകയാണ്, ഈ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വരെ അല്ലെങ്കിൽ 18, 17 നൂറ്റാണ്ടുകളിലൊക്കെ വളരെ കൃത്യമായി ഉണ്ടായിരുന്നതാണ് 7 വയസ്സായിരുന്നു. ഇനി തുടർന്ന് ഇവർ ഇതേ പുസ്തകത്തിൽ പറയുകയാണ്, 7 വയസ്സിൽ ഈ ഉടമ്പടികൾ പൂർത്തീകരിക്കപ്പെടുമെങ്കിലും യൂറോപ്പൊക്കെ ശൈത്യമേഖലയായതുകൊണ്ട് ഒരുപക്ഷെ ഈ പ്യൂബർട്ടി സംഭവിക്കാൻ കുറച്ചുകൂടെ താമസം ഉണ്ടായേക്കാം. എന്നാൽ അവർ ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇവരുടെ പ്യൂബർട്ടി ഉണ്ടായ ശേഷമാണ്, ആ സ്ത്രീ പുഷ്പിണിയായതിനു ശേഷമാണ്. അതെപ്പോഴാണ്? ചിലപ്പോൾ 2 or 3 വർഷം കൂടെ, അതായത് 10 or 11 ഒക്കെ വയസ്സിലാകുമ്പോഴായിരിക്കും ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുക എന്നുകൂടെ അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ ഈ പുസ്തകത്തിൽ തുടർന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട്, അതേ പുസ്തകത്തിൽ തന്നെ തുടർന്ന് പറയുകയാണ്, ഷേക്സ്പിയേഴ്സ് ജൂലിയറ്റ് വാസ് ജസ്റ്റ് 13 ആൻഡ് ദർ ഈസ് നോ ഹിന്റ് ഇൻ ദ പ്ലേ ദാറ്റ് ദിസ് വാസ് കൺസിഡേർഡ് ടു ബി ആൻ എക്സെപ്ഷണൽ. ഷേക്സ്പിയറിന്റെ കൃതികളെ കുറിച്ചൊക്കെ നമ്മൾ അറിയാം അല്ലെങ്കിൽ കേട്ടിട്ടെങ്കിലും ഉണ്ടല്ലോ. റോമിയോ ജൂലിയറ്റ് എന്ന നാടകവും നമുക്കറിയാം. ഇതിൽ ഷേക്സ്പിയർ ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ഈ കൃതിയിൽ ജൂലിയറ്റിന്റെ വയസ്സ് 13 ഈ 13 എന്ന് പറയുന്നത് കേവലം ഒരു നോർമൽ എന്നുള്ള നിലക്കാണ്. ദിസ് വാസ് കൺസിഡേർഡ് ടു ബി എക്സെപ്ഷണൽ, നോ ഹിന്റ്, ഒരു സൂചനയും നൽകാത്ത, ഇതൊരു അസാധാരണമാണെന്നുള്ള ഒരു സൂചനയും നൽകാത്ത, പൂർണ്ണമായും ഇതൊക്കെ ഒരു സാധാരണ വിഷയം എന്നുള്ള നിലക്കാണ് ഷേക്സ്പിയർ തന്റെ ഈ കൃതിയിൽ ഈ സംഗതി അവതരിപ്പിക്കുന്നത് എന്ന് പോലും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്ന് മാത്രവുമല്ല, ജൂലിയറ്റ് 13 വയസ്സുള്ള ജൂലിയറ്റ് പ്രസവിക്കാത്തതിന് ഈ ജൂലിയറ്റിനെ കണക്കിന് പരിഹസിക്കുന്നുമുണ്ട് ഇതേ നാടകത്തിൽ. അതെന്ത് പറഞ്ഞുകൊണ്ടാ പരിഹാസം? ജൂലിയറ്റിന്റെ സുഹൃത്തുക്കളായ ഫ്രണ്ട്സുകളായ മറ്റു പെൺകുട്ടികൾ ഇതേ വയസ്സിൽ അവർ പ്രസവിച്ചു എന്ന് മാത്രമല്ല, അവരുടെ കുട്ടികൾ നഴ്സറിയിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ആയതുകൊണ്ട് ഈ ജൂലിയറ്റ് പ്രസവിക്കാത്തതിനെ കണക്കിന് പരിഹസിക്കുന്ന രംഗം പോലും ഷേക്സ്പിയറിന്റെ ഈ നാടകത്തിൽ കാണാൻ കഴിയും. അപ്പൊ ഇതൊക്കെ ചരിത്രം അത് അംഗീകരിക്കപ്പെട്ടിരുന്ന, ലോകത്ത് സർവ്വസാധാരണമായി നടന്നിരുന്ന ഒന്നാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉദ്ധരിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു രാജാവ് അയാൾക്ക് ഇതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തതൊന്നുമല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം. ഇത് യൂറോപ്പിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള വസ്തുത, ഇതിന് ഇങ്ങനെ നിരവധി തെളിവുകൾ ഇത്തരം പുസ്തകങ്ങളിൽ കാണാൻ കഴിയും. ഇനി അമേരിക്കയിലേക്ക് വന്നാലോ? അമേരിക്കൻ കോണ്ടിനെന്റിൽ പോയി കഴിഞ്ഞാൽ ലീഗൽ ഏജ് ഓഫ് കൺസെന്റിന്റെ നിയമപരമായ വയസ്സ് അമേരിക്കൻ രാജ്യങ്ങളിൽ എത്രയായിരുന്നു എന്നുള്ളത് ഓപ്പോസിറ്റ് ഹെയ്റ്റ് എന്ന പുസ്തകത്തിൽ പ്രൊഫസർ ജോസഫ് ആന്റണി പോൾ അദ്ദേഹം എഴുതുന്നുണ്ട്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് 1962 വരെ, ഇത് കൃത്യമായി മനസ്സിലാക്കണം, 6-ാം നൂറ്റാണ്ടിലെ കാര്യമൊന്നുമല്ല പറയുന്നത്, 1962 വരെ ലീഗൽ ഏജ് ഓഫ് കൺസെന്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ എല്ലാ സ്റ്റേറ്റുകളിലും 10 വയസ്സായിരുന്നു ലീഗൽ ഏജ് ഓഫ് കൺസെന്റ്. എന്ന് പറഞ്ഞാൽ സമ്മതത്തിന്റെ, ഒരു കൺസെന്റിനുള്ള യെസ് മീൻസ് യെസ്, നോ മീൻസ് നോ എന്ന തീർപ്പ്, എന്ന ഡെസിഷൻ പവർ നൽകുന്ന ലീഗൽ ഏജ് ഓഫ് കൺസെന്റ് 10 വയസ്സായിരുന്നു അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റുകളിലും എക്സെപ്റ്റ് 1. ആ സ്റ്റേറ്റ് ആണ് ഡിലവ. അപ്പൊ നമ്മൾ വിചാരിക്കും ഡിലവ സ്റ്റേറ്റിൽ ഇതിനേക്കാളും മുകളിലായിരുന്നു എന്ന്. അല്ല, നേരെ തിരിച്ചാണ്. 1965ഓളം അമേരിക്കയിലെ ഡിലവ സ്റ്റേറ്റിൽ ലീഗൽ ഏജ് ഓഫ് കൺസെന്റ് ആയിരുന്നത് 7 വയസ്സാണ്. 7 വയസ്സ്. 6-ാം നൂറ്റാണ്ടിലെ കാര്യമല്ല, 7-ാം നൂറ്റാണ്ടിലെ കാര്യമല്ല. 7-ാം നൂറ്റാണ്ടിൽ ഏതെങ്കിലും രാജാവ് ബാലികയെ വിവാഹം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമത്തിന്റെ കാര്യമല്ല ഈ പറയുന്നത്. ലീഗൽ ഏജ് ഓഫ് കൺസെന്റ് അമേരിക്കയിൽ 1962 വരെ 10 വയസ്സായിരുന്നു.
അത് തന്നെ ഡിലവ സ്റ്റേറ്റിൽ 7 വയസ്സുമായിരുന്നു. ഇപ്പൊ നമ്മള് യൂറോപ്പ്, അമേരിക്ക ഒക്കെ ഒരു ഓട്ടപ്രദർശനം നടത്തി നമ്മുടെ ഭാരതത്തിലേക്ക് വരാം. നമ്മുടെ നാട്ടിൽ ഝാൻസി റാണി എന്ന് കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളത്തിലുള്ള ഒരു അക്ഷരം എഴുതാൻ തന്നെ നമ്മൾ പഠിക്കുന്നത് ഈ പേര് കൊണ്ടായിരിക്കും, ഇല്ലേ? ഝാൻസി റാണി. അതെന്താകട്ടെ. അപ്പോ ഈ ഝാൻസി റാണിയെ കേൾക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ഇവര് വിവാഹിതരായത് എത്രാമത്തെ വയസ്സിലാണ്? 13ാമത്തെ വയസ്സിലാണ്. ധീര വനിത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഈ സ്ത്രീ വിവാഹിതയായത് 13ാമത്തെ വയസ്സിലാണ്. ഇത് ഏത് നൂറ്റാണ്ടിൽ നടന്ന? 19ാം നൂറ്റാണ്ടിലെ 7ാം നൂറ്റാണ്ടിലെ കഥയല്ല ഈ പറയുന്നത്. അവരെ വിവാഹം കഴിച്ചതാരാ? 45 വയസ്സുള്ള ഗംഗാധർ റാവു എന്ന് പറയുന്ന വ്യക്തി 2ാം വിവാഹം ആയിട്ടാണ് കഴിച്ചത്. ഇനി അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ യോഗി വര്യൻ എന്ന ഖ്യാതി കേട്ട ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ഇദ്ദേഹത്തെയും കേൾക്കാത്ത ആരും ഉണ്ടാവില്ല നമ്മുടെ ആളുകളിൽ. ഈ ശ്രീരാമകൃഷ്ണ പരമഹംസൻ വിവാഹം കഴിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ 1859 ശാരദാദേവി എന്ന സ്ത്രീയെ ശ്രീരാമകൃഷ്ണൻ വേളി കഴിക്കുമ്പോൾ അവർക്ക് 6 വയസ്സായിരുന്നു. നമ്മുടെ ഈ സർവവേദ സംഘത്തിന്റെ നേതാവ് മൗലവി തട്ടിവിടുന്നത് പോലെ ഏതെങ്കിലും രാജാവ് ഉണ്ടാക്കിയ നിയമമല്ല. ലോകത്ത് അത് സർവ്വസാധാരണമായി നടന്നിരുന്ന, ഈ 19ാം നൂറ്റാണ്ടിൽ വരെ ഭാരതത്തിൽ പോലും നടന്നിരുന്ന ഒന്നാണ്. ശാരദാദേവിയെ കല്യാണം കഴിക്കുമ്പോൾ ആര്? ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ഏറ്റവും വലിയ യോഗീവര്യനായിട്ട് ഭാരതം കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. 6ാം വയസ്സിലാണ് കല്യാണം കഴിച്ചത്. ഇത് നമ്മളൊരു ആരോപണമായിട്ടോ ഒരു അവഹേളനമായിട്ടോ പറയുന്നതല്ല, അത് സർവ്വസാധാരണമായിരുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തത് പ്രസിദ്ധ ആത്മജ്ഞാനിയും സോഷ്യൽ കോൺഫറൻസ് മൂവ്മെന്റ് എന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും സാമൂഹ്യ പരിഷ്കർത്താവും ഒക്കെയായി അറിയപ്പെടുന്ന ഗോവിന്ദ റാനഡെ. ഇദ്ദേഹം 2ാമത് വിവാഹം കഴിച്ചത് 8 വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു. എന്തിനേറെ, നമ്മുടെ ഗാന്ധിജി എപ്പോഴാണ് വിവാഹം കഴിച്ചത്? 13ാമത്തെ വയസ്സിലാണ്. കസ്തൂർബക്കും അതേ വയസ്സ് തന്നെയാണ്, 13 തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ചെറുപ്രായത്തിൽ വിവാഹം കഴിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമായിരുന്നു, വസ്തുതയായിരുന്നു. ഏതെങ്കിലും ഒരു രാജാവ് ഇങ്ങനെ പുള്ളിയുടെ ആവശ്യം നടത്താൻ വേണ്ടി അടിച്ചിറക്കി വിട്ടതൊന്നുമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ പ്രസിദ്ധനായ ഗണിത ശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജൻ, നമുക്കൊക്കെ അറിയാം. അദ്ദേഹം തന്റെ ഭാര്യ ജാനകിയെ കല്യാണം കഴിക്കുന്നത് 9ാമത്തെ വയസ്സിലാണ്. അതുപോലെ ബോസോൺ കണികകൾ എന്ന പേര് തന്നെ ചില കണികകൾക്കുണ്ടാകുന്നത് നമ്മുടെ ശാസ്ത്രജ്ഞനായ ബോസ് എന്നുള്ള പേരിൽ നിന്നാണ്. അദ്ദേഹം വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് 12 വയസ്സാണ്. ഇങ്ങനെ നമ്മൾ ഭാരതത്തിലെ ഈ സംഗതികളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈ സംഗതികളൊക്കെ ഒരു സർവ്വസാധാരണമായി ലോകത്ത് എല്ലായിടത്തും നടന്നു വന്നിരുന്ന 19ാം നൂറ്റാണ്ടിൽ വരെ നടന്നു വന്നിരുന്ന കാര്യങ്ങളാണ് എന്ന് കാണാൻ കഴിയും. ഇനി നമ്മള് യൂറോപ്പ്, അമേരിക്ക, ഭാരതത്തിന്റെ വിവിധ സ്ഥലങ്ങൾ, നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വരാം. നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വന്നാൽ നമുക്ക് അറിയാം, നമ്മുടെ കേരളത്തിലും ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയാം. നമുക്കറിയാം കമല സുറയ്യ. ഇത് അവർ 15ാമത്തെ വയസ്സിൽ വിവാഹിതയാകുമ്പോഴുള്ള ചിത്രമാണ്. കമല സുറയ്യ 15 വയസ്സിൽ വിവാഹിതയായതാണ്. ഇങ്ങനെ നാം ഈ സംഗതികളൊക്കെ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ വരെ, ഇതൊരു ജസ്റ്റ് എക്സാമ്പിളിന് കാണിച്ചതാണ്, ഇതിനേക്കാൾ വലിയ സംഭവമുണ്ട്. നമുക്കറിയാം കേരളത്തിലെ 2 മുത്തശ്ശി പത്രങ്ങളിൽ നിന്ന് നാം സാധാരണ പറയുന്നത് ആർക്കും അറിയാം, മനോരമയും മാതൃഭൂമിയുമാണ്. ഇതിൽ മനോരമയുടെ സ്ഥാപകൻ മാമൻ മാപ്പിളയെ കുറിച്ച് മാമൻ മാപ്പിളയുടെ മകൻ മാത്യു എഴുതുന്നത് 8ാം മോതിരത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നതനുസരിച്ച് തന്റെ പിതാവ് മാമൻ മാപ്പിള വിവാഹം കഴിച്ചത് 10ാമത്തെ വയസ്സിലാണ്. 10ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു എന്ന് മാത്രമല്ല, എന്നിട്ട് ഈ സ്ത്രീ 11ാമത്തെ വയസ്സിൽ പ്രസവിക്കുകയും ചെയ്തു. ഇത് അവരുടെ മകൻ എഴുതുന്നതാണ്. അതുപോലെ ഇനി മാതൃഭൂമി, മറ്റൊരു മുത്തശ്ശി മാതൃഭൂമി, അതിന്റെ സ്ഥാപകൻ കേശവ മേനോൻ. ഈ കേശവ മേനോൻ കോൺഗ്രസിന്റെ നേതാവുമായിരുന്നു. ഈ വ്യക്തി വിവാഹം കഴിക്കുന്നത് 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയെയാണ്.
പിന്നെ ഇങ്ങനെ നാം എടുത്ത് പരിശോധിച്ചാൽ നിരവധി ആളുകളുണ്ട്. പെരിയാർ രാമവർമ്മ സ്വാമി, അദ്ദേഹം ഒരു നിരീശ്വരൻ കൂടിയായിരുന്നു, എത്തിയിസ്റ്റ് കൂടിയായിരുന്നു. അതുപോലെ നമ്മുടെ കുമാരനാശാനെ കുറിച്ച് പറയുന്നത്, കുമാരനാശാൻ തന്റെ അയൽവക്കത്തെ സ്ത്രീ പ്രസവിച്ചപ്പോൾ അതിനെ അനുമോദിക്കാനും മറ്റുമായിട്ട് അവിടെ ചെല്ലുകയും ആ കുട്ടിയെ എടുത്ത് ഒക്കത്ത് വെക്കുകയും ഒക്കെ ചെയ്തിരുന്ന കുമാരനാശാൻ പിന്നീട് 45-ാമത്തെ വയസ്സിലോ മറ്റോ ആണ് ആ സ്ത്രീ കുറച്ച് വലുതായപ്പോൾ ബാലികയായ ആ സ്ത്രീ അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ ഭാരതത്തിന് പുറത്തേക്ക് യൂറോപ്പ്, മറ്റ് ഇതര കോണ്ടിനെന്റുകൾ ഇവിടെയൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും ഓരോരോ രാജ്യങ്ങളിലും വ്യത്യസ്ത വിവാഹപ്രായങ്ങളാണ്. യൂറോപ്പിൽ തന്നെ ഏറ്റവും ചെറിയ വിവാഹപ്രായം എസ്റ്റോണിയയിൽ ഇന്നും 15 വയസ്സാണ്. സ്പെയിൻ പോലുള്ള മറ്റു രാജ്യങ്ങളിൽ 16 വയസ്സാണ്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ 18 വയസ്സാണ്. ഇനി അത് ചിലപ്പോൾ ഇനിയും കൂട്ടിയേക്കാം. അപ്പോൾ ഇതൊന്നും ഒരു സ്ഥിരമായ ഒരു അടിസ്ഥാനത്തിൽ നിൽക്കുന്നതല്ല, കാലത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മാറുന്നതിനെ ഇസ്ലാം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. അത് ഇസ്ലാമിന്റെ സാർവകാലികതയെയും സാർവജനീനതയെയും കാണിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി, ഇങ്ങനെ നാം ഇന്നത്തെ ഈ പോസ്റ്റ് മോഡേൺ അല്ലെങ്കിൽ പോസ്റ്റ് കൊളോണിയൽ നരേറ്റീവിന്റെ ഒരു ഫ്രെയിമിനകത്തിരുന്നു കൊണ്ട്, ഒരു ചത്തുരത്തിനകത്തിരുന്നു കൊണ്ട് 100 അല്ലെങ്കിൽ 500 അല്ലെങ്കിൽ 1000 അതുമല്ലെങ്കിൽ ഇപ്രകാരം 1500 വർഷങ്ങൾക്ക് മുൻപുള്ള ആളുകളെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ശരിയായ സമീപന രീതിയല്ല. ആ കാലഘട്ടത്തെ പറിച്ചെടുത്ത് ഇക്കാലഘട്ടത്തിലേക്ക് സ്ഥാപിച്ചിട്ട് നാം നമ്മുടെ ഇന്നത്തെ മെഷർമെന്റിന്റെ ഉപാധികൾ കൊണ്ട് അതിനെ അളക്കുകയാണെങ്കിൽ അത് തീർത്തും ശരിയായ ഒരു നടപടിയല്ല. ഈ വിഷയത്തെ നരവംശാസ്ത്രജ്ഞന്മാർ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് അത് ഒരുതരം ഫാലസിയാണ് എന്നാണ് അറിയപ്പെടുന്ന ആന്ത്രോപോളജിസ്റ്റുകളൊക്കെ പറയുന്നത്. അമേരിക്കയിലെ വളരെ പ്രസിദ്ധനും അംഗീകൃതനുമായിട്ടുള്ള ഒരു ആന്ത്രോപോളജിസ്റ്റ് ആണ് ക്ലിഫോർഡ് ഗീഡ്സ്. ഈ ക്ലിഫോർഡ് ഗീഡ്സിന്റെ അഭിപ്രായത്തിൽ ഇത്തരത്തിൽ ഇക്കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് 100, 500, 1000 അല്ലെങ്കിൽ അതിനേക്കാൾ മുൻപോ ഉള്ള കാലഘട്ടത്തിൽ നടന്നത് അവൻ അന്നാ ചെയ്തത് ശരിയായില്ല, അത് ശരിയായില്ല എന്ന് ഇന്നിരുന്ന് വിധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഗതിയെ ഈ ആന്ത്രോപോളജിസ്റ്റുകളൊക്കെ പറയുന്നത് അതൊരു ആന്ത്രോപോളജിക്കൽ ഫാലസിയാണ്. ഈ ഫാലസിയെ അവർ വിളിക്കുന്നത് ആന്ത്രോപോളജിക്കൽ ഫാലസി എന്നാണ്. അപ്പോ ഇത്തരത്തിൽ ഒരു ഫാലസിയാണ് ഈ വ്യക്തിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇത് ഈ വ്യക്തിക്കോ അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറി, നാം ആദ്യം ചൂണ്ടിക്കാണിച്ച 4 കാറ്റഗറിയിലുള്ള 4ാമത്തെ കാറ്റഗറിയിൽപ്പെട്ട ഇവർക്ക് മാത്രമല്ല, ഈ ഫാലസി എന്ന് പറയുന്നത് ബാക്കിയുള്ള 3 കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കും ഈ പറഞ്ഞ ചരിത്രങ്ങളും ഒക്കെ ബാധകമാണ്. ഇനി അടുത്തതായി ഈ കാറ്റഗറിയിൽ പറയപ്പെട്ട മിഷണറികളാണല്ലോ. ലോകത്തെ ഏറ്റവും ആദ്യം ഈ പ്രശ്നം ഉണ്ടാക്കിയത് തന്നെ ഏകദേശം 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ്. അത് മിഷണറികളാണ്. അതിനു മുൻപുള്ള മിഷണറികളോ ഓറിയന്റലിസ്റ്റുകളോ ഒന്നും ഈ വിഷയത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. കാരണം അവർക്കറിയാം അവരുടെ ഒക്കെ ആളുകൾ ഇത്തരത്തിൽ വിവാഹിതരാണ് എന്നുള്ള വസ്തുത അവർക്കൊക്കെ അറിയുന്നത് കൊണ്ട് അവരാരും ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് മിഷണറികളും അത് ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ സത്യത്തിൽ അവർക്ക് ഇങ്ങനെ ഉന്നയിക്കുമ്പോൾ അവർ വിസ്മരിച്ചു കളയുന്ന ഒരു സംഗതിയുണ്ട്. സംഖ്യാപുസ്തകത്തിന്റെ 31-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യവും അതുപോലെ തന്നെ 18-ാമത്തെ വാക്യവും മൂസയോട് കൽപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. പുരുഷന്റെ കൂടെ ശയിച്ചിട്ടില്ലാത്ത എല്ലാ ബാലികമാരെയും നിങ്ങൾക്ക് ഉപയോഗിക്കാനായി നിലനിർത്തുക. ഒരു യുദ്ധത്തിന് ശേഷം പറയുന്ന സംഗതിയാണ്. പുരുഷന്റെ കൂടെ ശയിച്ചിട്ടില്ല, അതായത് ഭർത്തൃമതിയല്ലാത്ത, അതുപോലെ തന്നെ ബാലികമാരായിട്ടുള്ള, ഇങ്ങനെ പുരുഷ ശയനം അല്ലെങ്കിൽ സംഭവിക്കാത്ത എല്ലാ ബാലികമാരെയും നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങൾക്ക് അവരെ വിവാഹം കഴിക്കാം എന്ന് സംഖ്യാപുസ്തകം വളരെ കൃത്യമായി പറയുന്നു. അതുപോലെ ജനസിസിൽ ഇങ്ങനെ ഇതുപോലെ കൃത്യമല്ലെങ്കിലും മറ്റു ചില കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ റെബേക്കയെ ഇസഹാക്ക് വിവാഹം കഴിക്കുന്നത് 3 വയസ്സിലാണെന്ന് കാണാൻ നമുക്ക് കഴിയും. അതൊരു കൃത്യമായ കണക്കായിട്ട് പറയുന്നില്ലെങ്കിലും
ഈ റബേക്കയുടെ ജനനവും ഇസഹാക്കിന്റെ ജനനവും ഒക്കെ താരതമ്യം ചെയ്ത് മനസ്സിലാക്കുമ്പോൾ 3 വയസ്സിലാണെന്ന് കാണാൻ കഴിയും. ഇനി ഇതൊന്നും വേണ്ട, യേശുക്രിസ്തുവിന്റെ അമ്മയായ മേരി, ഈ മേരിക്ക് 12 വയസ്സുള്ളപ്പോൾ ആണ് വിവാഹം നിശ്ചയിക്കപ്പെട്ടത്. ആരുമായിട്ട്? തച്ചനായ ജോസഫുമായിട്ട്. അന്ന് ജോസഫിന് എത്ര വയസ്സുണ്ട്? ജോസഫിന് 90 92 വയസ്സാണെന്നാണ് ഈ ക്രൈസ്തവ എക്സ്പോസിഷൻസ് ഒക്കെ പറയുന്നത്. ബൈബിൾ വ്യാഖ്യാനങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ 90 അല്ലെങ്കിൽ 92, ഏറ്റവും ചുരുങ്ങിയത് അല്ലെങ്കിൽ ഏകദേശം 78-80ഓളം വയസ്സിന്റെ വ്യത്യാസമുണ്ട് മേരിക്കും ഈ ജോസഫിനും തമ്മിൽ. അങ്ങനെ യേശുക്രിസ്തുവിനെ പ്രസവിച്ച ശേഷം അടുത്ത വർഷം പിന്നീട് ഈ മേരി ഈ തച്ചനായ ജോസഫുമായി ചേർന്ന് ജീവിക്കുകയും അങ്ങനെ ഈ യേശുക്രിസ്തു ആകുന്ന ബേബിയെ ഇവർ രണ്ടുപേരും കൂടെ പരിപാലിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ഈ ബൈബിൾ വ്യാഖ്യാനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത്ര പ്രായവ്യത്യാസം, 80ഓളം വയസ്സ് പ്രായവ്യത്യാസമുണ്ട്. നമ്മളൊക്കെ അത്രയും കാലം ജീവിച്ചിരിക്കുമോ എന്നുള്ളത് കാര്യം തന്നെ നമുക്കറിയില്ല. ആലോചിച്ച് നോക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് പിന്നീട് പ്രവാചകന്റെ ഈ വിവാഹത്തെ, അതും ഇത്തരത്തിലുള്ള ഈ സ്ക്രിപ്റ്റേഴ്സ് അവരുടെ മുമ്പിലുണ്ട്, ഇങ്ങനെ അല്ലെങ്കിൽ ഇതിനെ ആരോപിക്കുമ്പോൾ ഈ സ്ക്രിപ്റ്റേഴ്സിനെ കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് അത്ര വേണ്ടത്ര കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവർ മുന്നോട്ട് വരുന്നത്. അപ്പൊ ഇത് നമ്മളൊരു ആരോപണമായിട്ടോ അല്ലെങ്കിൽ ഒരു വിമർശനമായിട്ടോ പറയുകയല്ല. ഈ ക്രൈസ്തവ മിഷണറീസ് ഇത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഉണ്ടാകണം എന്നൊന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ്. മാത്രവുമല്ല, 17ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കേരളത്തിൽ ഈ ക്രൈസ്തവരുടെ ഒരു സുന്നഹദോസ് നടന്നു. ആ സുന്നഹദോസിന്റെ പേര് ഉദയം പേരൂർ സുന്നഹദോസ് എന്നാണ്. ഈ സുന്നഹദോസിൻ അവർ കാനനൈസ് ചെയ്ത ഒരു നിയമം, പുരുഷന്റെ വിവാഹപ്രായം 14 വയസ്സും സ്ത്രീയുടെ വിവാഹപ്രായം 12 വയസ്സും എന്നാണ് ഈ ഉദയം പേരൂർ സുന്നഹദോസ് കാനനൈസ് ചെയ്തത്. ഇതാ മനസ്സിലാക്കണം. അപ്പോൾ 12 വയസ്സെന്നുള്ള ഈ ബാലവിവാഹം കേരളത്തിലെ ക്രൈസ്തവ സുന്നഹദോസിൽ പോലും കാനനൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ചരിത്ര വസ്തുതയും ഈ മിഷണറിമാരെ നമുക്ക് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് നമ്മുടെ കാറ്റഗറിയിൽപ്പെട്ട 2ാമത്തെ കാറ്റഗറി ആയിരുന്നല്ലോ തീവ്ര വലതുപക്ഷ സംഘപരിവാരങ്ങൾ. ഈ അടുത്ത കാലത്തായിട്ട് ഈ വലതുപക്ഷ സംഘപരിവാരങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിലെ നിരീശ്വരവാദികളോട് ചേർന്നുകൊണ്ട് അവരും ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരെയും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ഇവരുടെ ധർമ്മശാസ്ത്രം എന്താണ്? വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെയാണല്ലോ. എന്നാൽ സ്കന്ദപുരാണത്തിൽ ശ്രീകൃഷ്ണൻ രുക്മിണിയെ വിവാഹം ചെയ്തത് 8ാമത്തെ വയസ്സിലാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. സ്കന്ദപുരാണത്തിന്റെ 5ാം പുസ്തകം ഭാഗം 3 അധ്യായം 142 8 മുതൽ 79 വരെ വാക്യങ്ങൾ ഒരു കഥയായിട്ട് അവിടെ പറയുന്നുണ്ട്. 8ാമത്തെ വയസ്സിലാണ് രുക്മിണിയെ വിവാഹം ചെയ്തത് സ്കന്ദപുരാണം. ഇനി അതിനേക്കാൾ വലിയ രസം അതല്ല. ഇന്ന് നമ്മളുടെ മസ്ജിദൊക്കെ തകർത്തുകൊണ്ട് സ്വന്തമായി പിടിച്ചെടുക്കുകയും അതിന്റെ പേരിൽ രാഷ്ട്രീയ അധികാരത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്ത ശ്രീരാമൻ, ഈ ശ്രീരാമൻ സീതയെ വിവാഹം കഴിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? ശ്രീരാമൻ സീതയെ വിവാഹം കഴിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു എന്നുള്ളത് നമുക്ക് വാൽമീകി രാമായണത്തിന്റെ ആരണ്യകാണ്ഡം സർഗം 47 ശ്ലോകം 1 മുതൽ 11 വരെ നാം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം. അത് എത്ര വയസ്സായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ചർച്ചയിലൂടെ ഒന്ന് മുന്നോട്ട് വരാം. സീതയുടെ അടുക്കൽ രാവണൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇത് രാവണൻ ആണെന്ന് സ്വാഭാവികമായും സീത തിരിച്ചറിയുന്നില്ല. വാൽമീകി രാമായണമാണ്.
ആരണ്യകാണ്ഡത്തിലെ സർഗം 47 ഈ പറയുന്നത്. അങ്ങനെ ശ്ലോകം 1 മുതൽ 11. അങ്ങനെ സീതയെ കുറിച്ച് പരിചയപ്പെടുത്തുവാൻ ഈ ബ്രാഹ്മണനായ ഈ ഋഷി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇത് രാവണനാണെന്ന് സ്വാഭാവികമായിട്ടും സീത മനസ്സിലാക്കുന്നില്ല. അപ്പോൾ സീത ആലോചിച്ചു, ഞാൻ ആരാണെന്ന് ഈ ബ്രാഹ്മണനായ യോഗീവര്യനോട് ഞാൻ പറഞ്ഞില്ല എങ്കിൽ എന്നെ ശപിച്ചെങ്ങാനും കളഞ്ഞാലോ. ആയതുകൊണ്ട് സീത വളരെ കൃത്യമായി താൻ ആരാണെന്ന് ഈ ബ്രാഹ്മണനായ യോഗീവര്യന്റെ മുമ്പിൽ ബോധിപ്പിക്കുകയാണ്. ഞാൻ മിഥിലയിലെ രാജാവായ ജനക രാജാവിന്റെ മകളാണ്. ശ്രദ്ധിക്കണം, ഞാൻ മിഥിലയിലെ രാജാവായ ജനക രാജാവിന്റെ മകളാണ്. എന്റെ പേർ സീത എന്നാണ്. എന്നിട്ട് വീണ്ടും അടുത്ത ശ്ലോകം തുടരുന്നു. 12 വർഷം ഞാൻ ഇക്ഷ്വാകു വംശ രാജാവിന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞു. അഥവാ ഞാൻ ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ഞാൻ വസിച്ചു. എനിക്ക് ആ കൊട്ടാരത്തിൽ എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടായിരുന്നു. ഞാൻ ആനന്ദത്തിൽ ആറാടി എന്റെ എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ചെടുത്തു. അങ്ങനെ 12 വർഷം ഇക്ഷ്വാകു വംശ രാജാവ് അഥവാ ദശരഥ മഹാരാജാവിന്റെ, ജനകരാജാവിന്റെ അല്ല, ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ 12 വർഷം ഞാൻ ആനന്ദത്തോടെ ജീവിച്ചു. അങ്ങനെ 13-ാം വർഷമായപ്പോൾ ഈ പ്രഭു രാജാവ് അഥവാ ദശരഥ മഹാരാജൻ ശ്രീരാമനെ അയോധ്യയിലെ രാജകുമാരനായി അഭിഷേകം ചെയ്യുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ ഒരാലോചന തന്റെ മന്ത്രിമാരുമായി ദശരഥ മഹാരാജാവ് നടത്തിയപ്പോൾ ഇതിൽ അനിഷ്ടം തോന്നിയ ദശരഥ മഹാരാജാവിന്റെ ഭാര്യമാരിൽ ഒരാളായ കൈകേയിക്ക് പണ്ട് ദശരഥൻ നൽകിയിരുന്ന 2 വരങ്ങൾ ഉണ്ടായിരുന്നു. ഈ വരം എനിക്കിപ്പോൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ ശുശുരനെ അഥവാ എന്റെ അമ്മായിയപ്പൻ ആര്, സീത പറയാണ്, ഈ ദശരഥ മഹാരാജാവ് എന്റെ അമ്മായിയപ്പനാണല്ലോ, കാരണം രാമനാണ് എന്റെ ഭർത്താവ്. എന്റെ ശുശുരനെ ഇത്തരം ഒരു ധർമ്മപാശത്താൽ അവർ തടഞ്ഞു. എന്റെ വരം നൽകണം എന്ന ഈ ധർമ്മപാശത്താൽ അവർ തടഞ്ഞു. ഏതൊക്കെയാണ്? എന്നിട്ട് ഇവർ ആവശ്യപ്പെട്ട വരങ്ങൾ, 2 വരങ്ങൾ ആവശ്യപ്പെട്ടു. ഒന്ന്, എന്റെ ഭർത്താവായ രാമനെ വനവാസത്തിനയക്കണം. എന്റെ ഭർത്താവായ രാമനെ വനവാസത്തിനയക്കണം. 2-ാമത്തെ വരം, എന്റെ നേർമകനായ ഭരതനെ അയോധ്യയിലെ രാജ്യാഭിഷേകം ചെയ്യണം. ഈ 2 വരങ്ങൾ എനിക്ക് നടത്തി തരണം. അല്ലാത്ത പക്ഷം ഞാൻ പച്ചവെള്ളമോ ആഹാരമോ ഒന്നും കഴിക്കാതെ എന്റെ ജീവൻ ഒടുക്കും എന്ന് കൈകേയി ഈ ദശരഥനോട് പറഞ്ഞു. അപ്പോൾ ധർമാനുസാരിയായ ഈ ദശരഥ മഹാരാജാവ് കൈകേയിയെ പറഞ്ഞു മനസ്സിലാക്കുവാനൊക്കെ ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നിട്ട് സീത ഈ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ബ്രാഹ്മണനോട് പറയുകയാണ്, ഈ സംഭവം ഇങ്ങനെ നടക്കുമ്പോൾ എന്റെ ഭർത്താവിന് അക്കാലത്ത്, ശ്രദ്ധിക്കണം, എന്റെ ഭർത്താവിന് അക്കാലഘട്ടത്തിൽ 25 വയസ്സും എനിക്ക് 18 വയസ്സുമായിരുന്നു. ഈ സംഭവം നടക്കുന്ന 13-ാമത്തെ വർഷമാണ് സംഭവം നടക്കുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ എന്റെ ഭർത്താവിന് 25 വയസ്സും എനിക്ക് 18 വയസ്സുമായിരുന്നു. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? 18 - 12 = 6. എന്താണ് ഈ കണക്ക്? സീത തന്നെ സീതയുടെ വാക്കുകളിൽ പറഞ്ഞതാണ്, ഞാൻ ജനകരാജാവിന്റെ മകളായിരുന്നു, അങ്ങനെ ഞാൻ ഇക്ഷ്വാകു വംശ രാജകൊട്ടാരത്തിലേക്ക് വന്നു. അങ്ങനെ വന്നിട്ട് ഇക്ഷ്വാകു രാജവംശത്തിന്റെ ഈ കൊട്ടാരത്തിൽ, അതായത് ദശരഥന്റെ കൊട്ടാരത്തിൽ 12 വർഷം താമസിച്ചു എന്നാ പറഞ്ഞേ. രാമന്റെ ഭാര്യയായി. അതാണ് ശുശുരൻ എന്ന് പറഞ്ഞത്, എന്റെ അമ്മായിയപ്പൻ. അങ്ങനെ 12 വർഷം താമസിച്ച് 13-ാമത്തെ വർഷമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് 18ഉം ശ്രീരാമന് 25ഉം. കണ്ടില്ലേ? അപ്പൊ 12 വർഷം അവിടെ താമസിച്ചു. അപ്പൊ 18-ൽ നിന്ന് 12 കുറച്ചു കഴിഞ്ഞാൽ 6 വയസ്സ്. ഏറ്റവും ചുരുങ്ങിയത് ശ്രീരാമൻ സീതയെ വിവാഹം കഴിക്കുന്നത് 6-ാമത്തെ വയസ്സിലാണ്. നമ്മളാരും പറയുന്നതല്ല, വാൽമീകി രാമായണത്തിന്റെ ഈ പറയപ്പെട്ട വാക്കുകളിൽ കൃത്യമായി പറയപ്പെട്ടതാണ്.
അപ്പോൾ ഇത് വച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സംഘപരിവാരത്തിന്റെ ആളുകൾ നിരീശ്വരവാദികളുമായി ചേർന്ന് ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ഈ ആര്യകാണ്ഡമെങ്കിലും ഈ ആരണ്യകാണ്ഡമെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുകയും വായിക്കുകയും ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആന്ത്രോപോളജിസ്റ്റുകൾ പറയുന്നത് പോലെ ഒരു ആന്ത്രോപോളജിക്കൽ ഫാലസിയിൽ എത്തിപ്പെടാതിരിക്കും. നമ്മുടെ ഈ കഥാപാത്രം, അതായത് നമ്മുടെ ഈ സർവവേദ സത്യവാദത്തിന്റെ വ്യക്തി എത്തിപ്പെട്ടത് ഇത് രണ്ടിലുമാണ്. ആന്ത്രോപോളജിക്കൽ ഫാലസി, അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഇൻവിസിബിൾ ഇഗ്നറൻസ് ഫാലസി. ഈ രണ്ടു തരത്തിലുള്ള ഫാലസിയും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വേദത്തിന്റെ ആളുകൾ ഈ ആന്ത്രോപോളജിക്കൽ ഫാലസിയിലും അതുപോലെ ഈ വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ഇഗ്നറൻസിലും എത്തിപ്പെടുന്ന ഫാലസിയിലും എത്തിപ്പെടാതിരിക്കുവാൻ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം വളരെ സർവ്വസാധാരണമായി പറയപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്ന ഈ റിപ്പോർട്ടിനെ ആ നിലയ്ക്ക് സമീപിക്കണം എന്നുകൂടെ ആ സഹോദരന്മാരോട് നമുക്ക് ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തുവാനുണ്ട്. ഇനി മാത്രവുമല്ല, ഇതുപോലെ തന്നെ പൗരാണിക കാലത്തെ നിയമാവലിയായി കണക്കാക്കിയിരുന്ന മനുസ്മൃതി, ഈ മനുസ്മൃതിയുടെ 9-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു സ്ത്രീ, അതായത് 24 വയസ്സുള്ള പുരുഷൻ 8 വയസ്സുള്ള സ്ത്രീയെ കല്യാണം കഴിക്കലാണ്, അല്ലെങ്കിൽ 8 വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കലാണ് ഏറ്റവും ഉത്തമമെന്നും. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വയസ്സ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്ലാമിൽ എവിടെയും ഇന്നതാണ് ഉത്തമം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് നമ്മൾ ആദ്യം ചൂണ്ടിക്കാണിച്ചതുപോലെ അതിന്റെ കാലികതയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് ഉത്തമം എന്ന് മനുസ്മൃതിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനുസ്മൃതിയെ നിയമമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ തീവ്ര വലതുപക്ഷ ഫാസിസ്റ്റുകൾക്ക് ഈ സംഗതിയും ഒന്ന് ഓർമ്മയിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഇനി അവസാനമായി നമ്മുടെ 4 കാറ്റഗറൈസ് ചെയ്തിരുന്നതിൽ 4-ാമത്തെ ടീമുകളാണ് നമ്മുടെ എത്തിയിസ്റ്റുകൾ. സത്യത്തിൽ ഇത്തരം ഒരു വിമർശനം ഉന്നയിക്കാനുള്ള ധാർമ്മികമായ ഒരു അവകാശവും എത്തിയിസ്റ്റുകൾക്കില്ല. അതെന്തുകൊണ്ടെന്നാ, ഈ എത്തിയിസ്റ്റുകളുടെ അപ്പോസ്തലന്മാർ അവരുടെ ലിബർട്ടേറിയൻ ഫാദേഴ്സായി അവർ തന്നെ കാണുന്ന, അവർ തന്നെ പൊക്കിപ്പിടിക്കുന്ന, പലപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ ആരുമില്ലെന്ന് അവർ പറയുമെങ്കിലും ഇന്നലെ കൂടി ഒരു ഫേസ്ബുക്ക് ചർച്ചയിൽ അവർ ഈ നീഷയൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നിരുന്നത് കണ്ടിരുന്നു. അപ്പോൾ അവരുടെ തന്നെ ലിബർട്ടേറിയൻ ഫാദേഴ്സായി, അവരുടെ അപ്പോസ്തലന്മാരായി അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രീഡറിക് നീച്ച, അതുപോലെ ബെർട്രൻ റസൽ. നീച്ച തന്റെ ബിയോണ്ട് ഗുഡ് ആൻഡ് ഈവിൾ, അതുപോലെ ബെർട്രൻ റസൽ തന്റെ മാരേജ് മോറൽസ് എന്ന് തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങളിലൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. എന്താണത്? there is no objective morality. വസ്തുനിഷ്ഠമായ മൂല്യബോധം എന്നൊന്നില്ല. മൂല്യബോധം അഥവാ നന്മ തിന്മകളൊന്നും വസ്തുനിഷ്ഠമായിട്ടല്ല കണക്ക് കൂട്ടേണ്ടത്. പിന്നെയോ മൂല്യബോധം എന്നുള്ളത് വ്യക്തിനിഷ്ഠമാണ്, അഥവാ മൊറാലിറ്റി എന്നുള്ളത് സബ്ജക്റ്റീവ് ആണ്, അത് ഒബ്ജക്റ്റീവ് അല്ല. വ്യക്തിനിഷ്ഠമാണ് മൂല്യബോധം എന്ന് പറയുന്ന ഇക്കൂട്ടർക്ക് പിന്നെ പ്രവാചകന്റെ വ്യക്തിനിഷ്ഠമായ ഒന്നിനെ അടിസ്ഥാനപ്പെടുത്തി ചെയ്ത ഒരു കാര്യത്തെ വിമർശിക്കാൻ എന്ത് ധാർമ്മിക അവകാശമാണുള്ളത്? ആലോചിച്ച് നോക്കുക. അപ്പോൾ മൊറാലിറ്റി സബ്ജക്റ്റീവ് ആണ് എന്ന് പറയുന്ന ഇവർക്ക് പ്രവാചകന്റെ ഈ സബ്ജക്റ്റീവായി ചെയ്യപ്പെട്ട കാര്യത്തെ വിമർശിക്കാൻ യാതൊരു അർഹതയും ഇല്ല. ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം എല്ലാം വ്യക്തിനിഷ്ഠമാണ്, വ്യക്തികളുടെ താല്പര്യം അനുസരിച്ച്, വ്യക്തികളുടെ പരസ്പര സമ്മതം അനുസരിച്ച് എന്നൊക്കെ ഇവർ പറയുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഇക്കഴിഞ്ഞ വർഷം ഇവർ നടത്തിയ ഒരു പ്രോഗ്രാമിൽ നമ്മയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന നിലയിൽ ഇവർ പ്രസംഗിക്കുകയുണ്ടായി. ഓരോരുത്തർക്കും വിവാഹം ചെയ്യുക അല്ലെങ്കിൽ ലൈംഗികത എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിനിഷ്ഠമായ താല്പര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ്. വ്യക്തികൾക്ക് പരസ്പരം ഒരു പിതാവിനെ തന്റെ മകളുമായോ അല്ലെങ്കിൽ നേരെ തിരിച്ചോ
ഏതൊക്കെ വിധത്തിൽ അവർക്ക് ബന്ധപ്പെടാൻ താല്പര്യമുണ്ടോ അതൊക്കെ അവർക്ക് ഓക്കെയാണ് എന്നുള്ള വിധത്തിൽ ഈ ആളുകൾ ഇവിടെ പ്രസംഗിച്ചത് നാം കണ്ടതാണ്. അതിന്റെ ഒരു ചെറിയ ക്ലിപ്പ് ഉണ്ട്, ഒന്ന് കേൾക്കാം. യുക്തിവാദ പ്രഭാഷകനായ മനു പ്രസാദ് പറയുന്നത്, നമ്മൾ ലൈംഗികതയെ കാണുന്നത് മ്യൂച്വൽ കൺസെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്, ഇഫ് ദേ ആർ വില്ലിംഗ് ലെറ്റ് ദം ഡു. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ചില സ്വതന്ത്ര ചിന്തകർക്ക് ഒരു രീതിയുണ്ട്, ഇല്ലേ? 100 സ്വതന്ത്ര ചിന്തകൾ ഉണ്ടെങ്കിൽ 1001 സ്വതന്ത്ര ചിന്തകളാണുള്ളതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില സ്വതന്ത്ര ചിന്തകർ വളരെ ഇത് ഞാൻ ഇനി ഇതിനെ അനുകൂലിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്തായിരിക്കും കരുതുന്നത്, ചിലർ വിചാരിക്കും പ്രതികൂലിച്ചാൽ എന്തായിരിക്കും കരുതുന്നത്. അതുകൊണ്ട് വളരെ നല്ല മൗനം, ഗൗരവതരമായിട്ടുള്ള മൗനമൊക്കെ ചിലരങ്ങ് അവലംബിച്ചു കളയും. ഒക്ടോബർ 6-ന് പ്രമുഖ യുക്തിവാദി പ്രചാരകൻ സി രവിചന്ദ്രന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്ന ലിറ്റ്മസ് 19 അന്താരാഷ്ട്ര സ്വതന്ത്ര ചിന്താ സെമിനാറിലാണ് ഇയാൾ ഇത്തരമൊരു വിചിത്ര വാദം ഉയർത്തിയത്. കളിയാട്ടം എന്ന സെഷനിലായിരുന്നു ലൈംഗികതയുടെ സർവ്വപരിധികളും ലംഘിക്കുകയും സാമൂഹിക സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടുകയും മനുഷ്യ ബന്ധങ്ങളുടെ അന്തസത്തയെ പാടെ തകർക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വാദവുമായി മനു രംഗത്തെത്തിയത്. മാത്രമല്ല, ഇതിനെ പൊതുസമൂഹം എങ്ങനെ കാണുന്നു എന്ന് ചിന്തിച്ച് അതിൽ മൗനം പാലിക്കുന്നതിൽ അർത്ഥമില്ലെന്നും ഇതൊന്നും എതിർക്കേണ്ട കാര്യമില്ലെന്നും ഇയാൾ പറഞ്ഞു വെക്കുന്നു. പലതരം ദാരിദ്ര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ആരും ചോദിക്കാനില്ലാത്ത, പറയാനില്ലാത്ത, സമരം ചെയ്യാനില്ലാത്ത ഒരു ദാരിദ്ര്യമാണ് ലൈംഗിക ദാരിദ്ര്യം എന്ന് പറയുന്നത്. ആരോടും പറയാൻ പോലും മടിയാണ്. ഇത്ര കഷ്ടപ്പാടും ബുദ്ധിമുരിതമാണെന്ന് പറയാൻ പോലും മടിയാണ്. വല്ല അരിയുടെ കാര്യമാണെങ്കിൽ അന്ത്യോദയ അന്യായപൂർണ്ണ പ്രകാരം റേഷൻ കട വഴി കൊടുക്കാറുണ്ട്. ഇത് അതും കൊടുക്കാനൊക്കത്തില്ലല്ലോ. വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ മാരേജ് ഈസ് ദ ഓൺലി വേസ് ടു ഫക്ക് എന്ന് പറയുന്ന പോലെ ഒറ്റ വഴിയേ ഉള്ളൂ ആകെ മാരേജ് പലരുടെയും കാര്യത്തിൽ. അതുകൊണ്ടാണ്. എന്നാൽ പരസ്പര സമ്മതമുണ്ടെങ്കിൽ പോലും പ്രായപൂർത്തിയാവാത്ത കുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോക്സോ നിയമപ്രകാരം കുറ്റകൃത്യവും ബലാത്സംഗവുമാണ്. അതിനാൽ തന്നെ നിയമത്തെ വെല്ലുവിളിക്കുകയും പോക്സോ കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും സാമൂഹിക മനഃശാസ്ത്രത്തെ തകർക്കുകയും ചെയ്യുന്ന വാദമുഖങ്ങളാണ് ഇതൊക്കെയും. പീഡനത്തെ ന്യായീകരിക്കുന്നത് മാത്രമല്ല, ശാസ്ത്രത്തിനു തന്നെ എതിരാണ് ഈ ലക്കില്ലാത്ത ചിന്ത. രക്തബന്ധുക്കൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാവുന്ന കുട്ടികൾക്ക് അംഗവൈകല്യമോ മാനസിക പ്രശ്നമോ ഉണ്ടാവും എന്നാണ് ശാസ്ത്രം പറയുന്നത്. മറ്റെല്ലാ കാര്യത്തിനും ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്ന ഇവർ ലൈംഗികതയുടെ കാര്യം വരുമ്പോൾ അതിന് വിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. സ്വന്തം മാതാപിതാക്കളോടും മക്കളോടും സഹോദരങ്ങളോടും രക്തബന്ധുക്കളോടും സെക്സ് ആവാമെന്ന് പറയുന്ന ചിന്ത അത്യന്തം ഭീമമായ അപകടമാണ്. അപ്പോ ഈ മൊറാലിറ്റി എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആണ്, ഒബ്ജക്റ്റീവ് അല്ല എന്ന് പറയുന്നതിന്റെ കാര്യമാണിത്. ഇത് സബ്ജക്റ്റീവ് ആണല്ലോ, ഓരോരുത്തർക്കും ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയാകാം ഇങ്ങനെയാകാം എന്ന് പറയുന്ന ഈ വികൃതം പേറിയ ചിന്താഗതിയുമായി നടക്കുന്ന ആളുകളാണ് പ്രവാചകൻ സബ്ജക്റ്റീവായി ചെയ്ത ഈ ഒരു സംഗതിയെ വിമർശിക്കാൻ വരുന്നത്. ഇനി ഇതൊന്നുമല്ല, ഇതിനേക്കാൾ വലിയ തോന്നിയവാസം പറയുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. അതൊന്ന് കേട്ടുവെക്കാം നമുക്ക്. പരസ്ത്രീ ബന്ധത്തിനുള്ള ആഗ്രഹം, മാനസികാവസ്ഥ അത് മനസ്സിലാക്കാം. പക്ഷെ അതേക്കുറിച്ചൊക്കെ എഴുതുന്നതിന്റെ മാനസികാവസ്ഥ എന്താ? പരസ്ത്രീ ബന്ധം എനിക്ക് എപ്പോഴും ആഗ്രഹം തന്നെയാണ്. അല്ല, അപ്പൊ അതേക്കുറിച്ച് എഴുതുന്നതിന്റെ മാനസികാവസ്ഥ എന്താണ്? എന്താ കുഴപ്പം? എഴുതിട്ട് ജനങ്ങളെ അറിയിക്കണം. അല്ല, ഭാര്യ മാത്രം പോരാ, വേറെ സ്ത്രീകളും വേണം നിനക്ക്. സത്യം, ഞാൻ കാര്യമായിട്ട് പറയാം. ഈ ഒരേ പെണ്ണിന് തന്നെ ഇങ്ങനെ ഡെയിലി കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് വേറൊരു പെണ്ണുണ്ടെങ്കിലേ നമ്മുടെ വൈഫിന് വേണ്ട എല്ലാ സംഗതിയും നമ്മൾ കൊടുക്കണം. നമ്മുടെ ഭാര്യമാർക്ക് വീട്ടിലെ വേറൊരു പെണ്ണിന്റെ നമ്മുടെ കാമിച്ചാൽ എന്താ കുഴപ്പം ജോണി? സാധാരണ സദാചാര ബോധവും ധാർമ്മിക ബോധവും ഒക്കെയുള്ള കേരളത്തിലെ ഒരു കുടുംബത്തിന് എന്തെങ്കിലും താങ്കളിൽ നിന്ന് പഠിക്കാനുണ്ടോ? ഞാൻ ഒന്നും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കൊന്നും പഠിക്കാൻ ഒന്നും എനിക്ക് പഠിപ്പിക്കേണ്ട തെണ്ടികളെ. എന്നാലും നമ്മളെയൊക്കെ ഇപ്പൊ തെണ്ടികളെന്ന് വിളിച്ചിട്ടുണ്ട്. നല്ല സംസ്കാരം നമുക്ക് കേട്ടുവെക്കാൻ ഒന്നും പഠിപ്പിക്കാനില്ല. എന്ത് പഠിപ്പിക്കാനാണ്? അല്ല, അവർ പഠിച്ചാലും പഠിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, അതുകൊണ്ടല്ല. ഇതെന്താണ് ഇതിങ്ങനെ അതേ ഭാര്യ, അതേ ഊണ്, അതേ ചോറ്, എല്ലാ ദിവസവും വീട്ടിൽ പോകും, അതേ ചോറ്, അതേ ഭാര്യ, അതേ കഞ്ഞി, അതേ വയറ്. നമുക്ക് ഡിഫറന്റ് ആയിട്ട് ലൈഫ് ഡിഫറന്റ് ആയിരിക്കണ്ടേ? താങ്കളുടെ ഭാര്യ ചിന്തിക്കുകയാണ് ഒരേ ഭർത്താവ്, ഒരേ സ്ഥലം, അങ്ങനെ ചിന്തിക്കാനുള്ള ഇത് കൊടുത്തിട്ടുണ്ടോ താങ്കൾ? ഓ, ഇഷ്ടംപോലെ കൊടുക്കും.
ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്, കൊടുക്കും. അവര് ഉപയോഗിക്കട്ടെ. അവരുപയോഗിച്ചിട്ടില്ല അല്ലെങ്കിൽ ഉപയോഗിക്കില്ല എന്ന് അറിയാവുന്നതാണ് പറയുന്നത്. സ്ത്രീകളൊക്കെ ഉപയോഗിക്കും, നമ്മൾ കാണാതെയൊക്കെ ഉപയോഗിക്കും, അവരെല്ലാവരും ഉപയോഗിക്കും. ഞാൻ ചോദിക്കുന്നത് ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള താങ്കളുടെ കാഴ്ചപ്പാട് ഏകപക്ഷീയമല്ലേ, പുരുഷ കേന്ദ്രിതമല്ലേ? എല്ലാ സ്ത്രീകളും ഭർത്താവ് വീട്ടിലില്ലെങ്കിൽ എല്ലാവരും എല്ലാം ചെയ്യും അവര്. അല്ല, അങ്ങനെ എങ്ങനെയാ പറയുക? കാരണം ഏകപക്ഷീയമായ ഒരു സമീപനമാണ്, പുരുഷ കേന്ദ്രിതമായ ഒരു സമീപനമാണ്. ഏത് സ്ത്രീയും വേറൊരു പുരുഷൻ ആഗ്രഹിക്കുന്ന സ്ത്രീയാണ്. ഏത് ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷെ അത് ഞാൻ അവർക്ക് ധൈര്യമില്ല. എന്താ പറയുന്നത്? അവർക്ക് ധൈര്യമില്ല വേറൊരു പുരുഷനെ സമീപിക്കാനല്ലേ. ആ ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് അവർ സമീപിക്കാത്തത്. ഏത് സ്ത്രീയും മറ്റൊരു പുരുഷനെ സമീപിക്കാനല്ലേ പിന്നെ ആഗ്രഹം അവർക്കുണ്ട്. അപ്പൊ നന്നായി ജീവിക്കുന്ന പുരുഷന്മാരോ അവർക്ക് ധൈര്യം ഇല്ലാഞ്ഞിട്ടാണ് നന്നായി ജീവിക്കുന്നത്. എവിടെ നന്നായി ജീവിക്കുന്നത്? വളരെ നല്ല കുടുംബ ജീവിതം നയിക്കുന്ന എത്രയോ ആളുകൾ ഇവിടെ ഉണ്ട്, അവരോടൊന്നും യാതൊരു ബഹുമാനവും ഇല്ല. ആര് കുടുംബ ജീവിതം നയിക്കുന്നത്? ഈ ഒരു പുണ്യവും പരിഹാസവുമാണ്. അപ്പൊ ഇങ്ങനെ ഇവർക്ക് തോന്നിയതുപോലെ ഒക്കെ പറയുന്നു. സബ്ജക്റ്റീവായിട്ടാണ് ഇതൊക്കെ പോകുന്നത്. ദർ ഈസ് നോ ഒബ്ജക്റ്റീവ് മൊറാലിറ്റി. ഇവരുടെ ഈ ഡാഡികളുടെ ഈ പുസ്തകത്തിൽ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ഇവർ പോകുന്നത്. വസ്തുനിഷ്ഠമായ മൂല്യബോധമോ നന്മതിന്മയോ ഇല്ല, ഒക്കെ വ്യക്തിനിഷ്ഠമാണ്, ഒക്കെ സബ്ജക്റ്റീവാണ്. ഈ വ്യക്തിയൊക്കെ പറഞ്ഞു വെക്കുന്നത്, ഇതിനു മുൻപുള്ള മനുപ്രസാദ് പറഞ്ഞത്, ഇങ്ങനെയൊക്കെ പറയുന്ന ഈ ആളുകൾക്ക് ഇതിന് എന്ത് യോഗ്യത? ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെയാണ്, ഈ ടീമുകളൊക്കെയാണ് ഇന്ന് ഇസ്ലാമിനെ എതിർക്കുകയും ഇസ്ലാമിനെതിരെ രംഗത്ത് വരികയും ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്താണെങ്കിലും അല്പം വൈകിട്ടാണെങ്കിലും ഈ കേരളത്തിലെ നാസ്തികന്മാരുടെ തലതൊട്ടപ്പൻ അല്ലെങ്കിൽ അവരുടെ ദൈവമെന്ന് അവർ തന്നെ പറയുന്നതാണ്. അത് നമ്മളൊക്കെ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ. സി രവിചന്ദ്രനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മനുഷ്യൻ, ഈ മനുഷ്യൻ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ ഇനി എന്ത് പേടിക്കാനാണ് എന്നാണ് ഇതേ ലിറ്റ്മസ് പ്രോഗ്രാമിൽ രവിചന്ദ്രനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇവർ പറഞ്ഞത്. ഒരു ശരിയായിട്ടുള്ള യഹോവ സാക്ഷികളുടെ സ്റ്റേജിൽ എങ്ങനെയാണോ ഈ പ്രഖ്യാപനം നടക്കുന്നത് അതേ സ്റ്റൈലിലായിരുന്നത്. ഈ മനുഷ്യൻ കൂടെയുള്ളപ്പോൾ നമ്മൾ ഇനി എന്ത് ഭയക്കാനാണ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ദൈവമില്ലാവാദികളുടെ ദൈവമായ രവിചന്ദ്രൻ ഒടുവിലാണെങ്കിലും അല്ലെങ്കിൽ അടുത്ത കാലത്തേക്കായിരിക്കാം ഈ സംഗതി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പ്രവാചകനെ വിമർശിക്കുന്ന ആളുകൾക്കാണ് കുഴപ്പം. അതല്ലാതെ പ്രവാചകനൊന്നും അക്കാര്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഏർലി സ്റ്റേജിൽ വിവാഹം കഴിച്ച ആളുകൾക്കൊന്നും ഒരു കുഴപ്പവുമില്ല എന്ന് അദ്ദേഹം പറയുന്ന ഒരു സംഗതി കൂടെ കേട്ടിട്ട് നമുക്ക് ഇനി അടുത്ത വിഷയത്തിലേക്ക് പോവാം. നബി വിവാഹം കഴിക്കുന്ന സമയത്ത് ആയിഷയ്ക്ക് 6 വയസ്സാണ്. 9 വയസ്സ് എന്ന് പലരും പറയുന്നുണ്ട്. അല്ല, അതായത് ഇസ്ലാമിലെ വാഴ്ത്തപ്പെട്ട അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന ആളാണ് ബുഖാരി. ഖുർആൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രമാണം ഇദ്ദേഹത്തിന്റെ ഹദീസാണ്. ആ ഹദീസ് പ്രകാരം 6 വയസ്സിലാണ് മുഹമ്മദ് കല്യാണം കഴിക്കുന്നത്. ആ സമയത്ത് മുഹമ്മദ് നബിക്ക് 53 വയസ്സാണ്. ഈ 53 വയസ്സുകാരൻ 6 വയസ്സുകാരിയെ വിവാഹം കഴിച്ചു. അല്ല, കാരണം അന്ന് മുഹമ്മദ് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരിക്കലും അന്നത്തെ കാലഘട്ടത്തിൽ മോശമല്ല. ഇപ്പൊ ആയിഷയുടെ കഥയൊക്കെ ഓരോരുത്തരെടുത്ത് പറയാറുണ്ട്. ആയിഷ 6 വയസ്സിൽ കല്യാണം കഴിച്ചു, 9 വയസ്സിൽ ദാമ്പത്യം നടന്നു. അതൊന്നും അന്നത്തെ സംബന്ധിച്ചൊരു വിഷയമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കാലഘട്ടത്തിൽ അത് പ്രശ്നമല്ല. ഇപ്പൊ മഹാത്മാഗാന്ധിയെ ചൈൽഡ് മാരേജ് എന്ന് പറഞ്ഞു, നിങ്ങൾ ചൈൽഡ് മാരേജ് നടത്തിയ ആളാണോ എന്ന് പറയുന്നവൻ അവനാണ് കുഴപ്പം. കാര്യം അന്നതൊരു വിഷയമല്ല. ഓരോ കാലഘട്ടത്തിലും അങ്ങനെയുള്ള ആളുകൾ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് ഇന്ന് വലിച്ചഴിച്ചുകൊണ്ട് വന്ന ഒരു ചർച്ച നടത്തുന്നതിനകത്ത് ഒരു കാര്യമില്ല. അന്നത്തെ കാലങ്ങളിലൊക്കെ തന്നെ ഒരിക്കലും, കാരണം അന്ന് മുഹമ്മദ് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരിക്കലും അന്നത്തെ കാലഘട്ടത്തിൽ മോശമല്ല. ഇപ്പൊ ആയിഷയുടെ കഥയൊക്കെ ഓരോരുത്തരെടുത്ത് പറയാറുണ്ട്. ആയിഷ 6 വയസ്സിൽ കല്യാണം കഴിച്ചു, 9 വയസ്സിൽ ദാമ്പത്യം നടന്നു. അതൊന്നും അന്നത്തെ സംബന്ധിച്ചൊരു വിഷയമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കാലഘട്ടത്തിൽ അത് പ്രശ്നമല്ല. ഇപ്പൊ മഹാത്മാഗാന്ധിയെ ചൈൽഡ് മാരേജ് എന്ന് പറഞ്ഞു, നിങ്ങൾ ചൈൽഡ് മാരേജ് നടത്തിയ ആളാണോ എന്ന് പറയുന്നവൻ അവനാണ് കുഴപ്പം. കാര്യം അന്നതൊരു വിഷയമല്ല. ഓരോ കാലഘട്ടത്തിലും അങ്ങനെയുള്ള ആളുകൾ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് ഇന്ന് വലിച്ചഴിച്ചുകൊണ്ട് വന്ന ഒരു ചർച്ച നടത്തുന്നതിനകത്ത് ഒരു കാര്യമില്ല. ഇവിടെ ഇയാളുടെ ഈ ക്ലിപ്പ് കാണിച്ചത് ഇയാള് പറയുന്ന ഒരു തെളിവ് നമുക്ക് ആവശ്യമുണ്ടായതുകൊണ്ടല്ല. പക്ഷെ ഇത്തരത്തിൽ കാര്യങ്ങൾ ഈ ടീമുകൾക്കും ബോധ്യപ്പെട്ടു തുടങ്ങി. കാരണം സബ്ജക്റ്റീവ് മൊറാലിറ്റിയെ കുറിച്ച് പറയുന്നവർക്ക്
ഇതിനെക്കുറിച്ച് മിണ്ടാനുള്ള അവകാശം ഇല്ല എന്ന് ബോധ്യപ്പെട്ട് തുടങ്ങിയതിന്റെ അനുരണനങ്ങൾ കാണാനുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ മൊത്തം പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇങ്ങനെ പ്രവാചകൻ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം അവസാനിച്ചിട്ടുണ്ടായിരുന്നു. പ്രവാചകന്റെ വിവാഹത്തെ വിമർശിക്കുന്ന ആളുകളെ നമുക്ക് 4ആയി കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ക്രൈസ്തവ മിഷണറിയാണ്, മറ്റൊന്ന് തീവ്ര വലതുപക്ഷ സംഘ് പരിവാരങ്ങളാണ്, മൂന്നാമത്തേത് നിരീശ്വരവാദികളാണ്, നാലാമത്തേത് സർവ മത വേദ സത്യവാദികളും സുന്നത്ത് നിഷേധികളുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്ത് നിഷേധികൾ അല്ലെങ്കിൽ സർവമത സത്യവാദികൾ എന്താണ് ഇതിന് പറയുന്നത് എന്നുള്ള ന്യായത്തിന്, അവരുടെ ന്യായം എന്താണ് എന്നുള്ളതിന് വളരെ ഇഗ്നറൻസ് ഫാലസിയാണ് അതെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചിരുന്നു. അത് കേട്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ആ ക്ലിപ്പ് മാത്രം നമുക്കൊന്ന് ഓടിച്ച് കേൾക്കാം. എന്നിട്ട് ഇത് നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിൽക്കാല രാജാക്കന്മാർ അവരുടെ കുടിലമായ പ്രവൃത്തികൾക്ക്, അവരുടെ വൃത്തികെട്ട താല്പര്യങ്ങൾക്ക്, അവരുടെ അധികാരമോഹത്തിന്, അവരുടെ യുദ്ധക്കൊതിക്ക്, അവരുടെ ക്രൂരതയ്ക്ക്, അവരുടെ അതിരുവിട്ട ലൈംഗികതയ്ക്ക് ന്യായീകരണങ്ങൾ കണ്ടെത്താൻ വേണ്ടി പ്രവാചകനെ കരുവാക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിച്ചു എഴുതിയാലല്ലേ ബാലികമാരുമൊത്ത് ശയിക്കാൻ രാജാക്കന്മാർക്ക് കഴിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിച്ചു എഴുതിയാലല്ലേ ബാലികമാരുമൊത്ത് ശയിക്കാൻ രാജാക്കന്മാർക്ക് കഴിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിച്ചു എഴുതിയാലല്ലേ ബാലികമാരുമൊത്ത് ശയിക്കാൻ രാജാക്കന്മാർക്ക് കണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിച്ചു എന്ന് എഴുതിയിട്ട് വേണം രാജാക്കന്മാർക്ക് ബാലികമാരും ഒത്തു ശയിക്കാൻ. എവിടുന്നാണ് ഈ മനുഷ്യനൊക്കെ ഇറങ്ങി വരുന്നത്? ചരിത്രപരമായ എന്തെങ്കിലും ധാരണയുണ്ടോ? പൗരാണിക കാലഘട്ടത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടുണ്ടോ? അവരുടെ ജീവിതശൈലിയെ കുറിച്ച് ഇയാൾക്കറിയുമോ? എന്തിനും 6-ാം നൂറ്റാണ്ടിലേക്കും 7-ാം നൂറ്റാണ്ടിലേക്കും പോണം? ഇക്കഴിഞ്ഞ 19-ാം നൂറ്റാണ്ടിൽ അമേരിക്ക, യൂറോപ്പ്, ഇന്ത്യ, കേരളം തുടങ്ങിയുള്ള രാജ്യങ്ങളിൽ നടന്നിരുന്ന സംഭവങ്ങളാണ് നാം ഇതുവരെ സവിസ്തരം ചർച്ച ചെയ്തത്. അപ്പൊ ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ലാത്ത ഇത്തരം കേവലം വ്യർത്ഥമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ഇതിനെയൊക്കെ തള്ളിക്കളയുവാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് എന്ന് നാം മനസ്സിലാക്കുക. എന്നാൽ ഇത് സംബന്ധമായിട്ട് ഇസ്ലാമിക് പെർസ്പെക്റ്റീവിന്റെ അകത്ത് നിന്നുകൊണ്ട് വേറെ പലതും പറയാനുണ്ട്. പക്ഷേ ഇനി അതിനൊന്നും സമയം അനുവദിക്കാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതുകൂടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ തുടക്കത്തിൽ ഞാൻ വിചാരിച്ചത് ഈ ഒരു വിഷയം മാത്രം പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇന്ന് ഒരുപാട് സമയം ചർച്ച ചെയ്യാനുണ്ടാകുമെന്നാണ്. പക്ഷെ ഇത് തന്നെ 1 മണിക്കൂർ ആയിട്ടുണ്ട് എന്ന് നമ്മുടെ മോഡറേറ്റർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആയതുകൊണ്ട് ഇനി അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ചർച്ചകൾ ആവശ്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആകാവുന്നതാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഞാൻ സലീമാണ് അബുദാബിയിൽ നിന്ന്. ഓക്കെ. താങ്കൾ റെഫർ ചെയ്യുന്ന ഹദീസുകളെ, ആ ഹദീസുകൾ താങ്കൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് അതിലടങ്ങിയിട്ടുള്ള താങ്കളുടെ അറിവ്, അതായത് പ്രവാചകന്റെ ആയിഷ ബീവിയുടെ വയസ്സ് വളരെ ചെറുതായിരുന്നു എന്ന് കണ്ടു. അത് ലോകത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രാചീന കാലം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സാംസ്കാരികമായിട്ടുള്ള എല്ലാ തകർച്ചയുടെയും എല്ലാ ജീർണതയുടെയും ചരിത്രങ്ങൾ എടുത്ത് കെട്ടിയിട്ട് അതിന്റെ കൂട്ടത്തിലേക്ക് പ്രവാചകനെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടുള്ള ഒരു ശ്രമം ഏതായാലും ആക്ഷേപാർഹമാണ്. അതൊന്നാമത്. രണ്ടാമത്, താങ്കൾ ഈ പറയുന്ന രേഖകള്, താങ്കൾ ഇത്രമാത്രം ഉറച്ചു വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഈ രേഖകൾ ഉണ്ടായിട്ടുള്ളത് ഈ പറഞ്ഞ രാജാക്കന്മാരുടെ കാലത്താണ്. ഈ രാജാക്കന്മാരുടെ കാലത്ത് ഇമാമുകൾ വധിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം ഹനീഫ വധിക്കപ്പെട്ടിട്ടുണ്ട്. ജാഫർ സാദിഖ് വധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഇമാമുകളുടെ കാലഘട്ടത്തിൽ ഈ രാജാക്കന്മാർക്ക് തൃപ്തികരമായ രീതിയിൽ ജീവിച്ച ആളുകൾ രേഖപ്പെടുത്തിയതാണിത്. ഇതിനെ നമ്മൾ ഇത്ര ശക്തമായി പ്രചരണം നടത്തേണ്ട ഒരു കാലഘട്ടമല്ല ഇത്. ഇതിനെ നമുക്ക് അവഗണിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഹദീസുകളിൽ കാണുന്നതിന് 150 വർഷം മുമ്പ് സീറകളിലാണ് ആദ്യം ഇത് രേഖപ്പെടുത്തിയത്. ഈ സീറാകാരന്മാർ വിശ്വസ്തരായിരുന്നോ? എന്തായിരുന്നു അവരുടെ വിശ്വസ്തത?
അപ്പോൾ ഈ ഹദീസുകളും നിങ്ങൾ ഈ പറയുന്ന രേഖകളും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അലി റളിയല്ലാഹുവിനെ ദ്രോഹിക്കുകയും ഇസ്ലാമിനെ അവസാനിപ്പിക്കുകയും ചെയ്ത ജാഹിലിയ ഭരണകൂടത്തിന്റെ കാലത്താണ്. അതിനെയാണ് നിങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അതിന് പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ജീർണമായിട്ടുള്ള എല്ലാ ചരിത്രവും എടുത്തുകൊണ്ട് അതിലേക്ക് വൈനകലാഹുലുഖിൻ അലീം എന്ന് അള്ളാഹു പറഞ്ഞ പ്രവാചകനെ ചേർത്ത് കെട്ടിക്കൊണ്ടാണ് നിങ്ങൾ ഇതിനെ ന്യായീകരിക്കുന്നത്. ഇത് ശരിയായ ഒരു മാർഗമല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സലീം സാഹിബിനെ എനിക്കറിയാം. സലീം നടുത്തൊടിയാണ് നിങ്ങളെന്നുള്ള കൃത്യമായ ധാരണയും ബോധവും എനിക്കുണ്ട്. ആ സമയത്ത് താങ്കളുടെ ചോദ്യം കേട്ട ആളുകൾക്ക് ഈ ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇവിടെ ആരെയാണോ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്, സർവ വേദ സത്യവാദികൾ എന്ന് പറയുന്ന ഈ വാദികൾ രംഗത്ത് വരുന്നതിനേക്കാൾ മുന്നേ തന്നെ ഹദീസിനെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്ന എന്റെ ബഹുമാനപ്പെട്ട സഹോദരനാണ് സലീം നടുത്തൊടി എന്ന് പറയുന്ന സ്പീഡ്സ് ഐഫോൺ എന്ന ഈ ചോദ്യം ഉന്നയിച്ച ആൾ. എല്ലാ കാലഘട്ടത്തിലും നടന്ന ജീർണത എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അങ്ങനെ ഒരു ജീർണത എന്ന് താങ്കൾ അവരെ കുറിച്ച് പറയുന്നത് ആന്ത്രോപോളജിക്കൽ ഫാലസിയാണത്. അതാണ് ഇവിടെ ഇത്രയും നേരം വിശദീകരിച്ചത്. താങ്കളുടെ ഇന്നിന്റെ ഫ്രെയിം വർക്കിൽ ഇരുന്നു കൊണ്ട് അന്നിന്റെ ഫ്രെയിം വർക്കിലുള്ള ആളുകളെ ഇങ്ങോട്ട് എടുത്തു വച്ചുകൊണ്ട് അത് ജീർണതയാണ് എന്ന് പറയുന്ന ഇതാണ് ആന്ത്രോപോളജിക്കൽ ഫാലസി നമ്പർ 1. അതൊരു ജീർണതയല്ല. ജീർണത എന്ന് താങ്കളുടെ വിധിയാണ് ജീർണം. അത് അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു വിഷയമേ ആയിരുന്നില്ല. അതൊരു ജീർണതയേ അല്ല. അത് ആ കാലഘട്ടത്തിന്റെ സ്വഭാവമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് താങ്കളുടെ മകൾ, എന്റെ മകൾ, അവരൊക്കെ ഇന്ന് എന്താ ചെയ്യുക? 3.5 വയസ്സാകുമ്പോഴത്തേക്ക് നമ്മള് അവരെ പ്രീ സ്കൂളിലും മറ്റു സ്കൂളുകളിലും, പിന്നീട് അവർ തുടർച്ചയായിട്ട് ഒരു 25 വയസ്സ് വരെ പിന്നെ വിദ്യാഭ്യാസമാണ്, അല്ലെങ്കിൽ ഒരു 23 വയസ്സ് വരെ വിദ്യാഭ്യാസമാണ്. അന്ന് അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല. അവർ ജനിക്കുന്നു, കുട്ടികളാകുന്നു, 3-4 വയസ്സായി, പിന്നെ 5 വയസ്സായി അവർക്ക് യാതൊന്നും ചെയ്യാനില്ല. നമ്മൾ സംഗതികളെ ഒന്ന് കോംപ്രിഹെൻഡ് ചെയ്യണം. ആദ്യമായിട്ട് ജീർണത 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 എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഫാലസിയിൽ അകപ്പെടുന്നതിന് മുമ്പ് എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നീട് പേരൻസ് ആലോചിക്കുകയാണ് ഇനി എന്ത് ചെയ്യണം. സ്കൂളോ പള്ളിക്കൂടങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഓക്കെ, അങ്ങനെ അവർ ഉടമ്പടികളിൽ ഏർപ്പെടുന്നു. ശൈശവ വിവാഹം ലോകത്തെമ്പാടും 19-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്നു. അതിനെ ജീർണത എന്ന് ഇന്നിന്റെ സംസ്കാരത്തിൽ ഇരുന്നു കൊണ്ട് അന്നിനെ ഇങ്ങോട്ട് ഇന്നിലേക്ക് പറിച്ചു നട്ടിട്ട് അന്നിനെ ഇന്നിലിരുന്ന് വിധിക്കുന്ന ഈ ജഡ്ജ്മെന്റ് ആണ് തെറ്റ്. അതൊരു ജീർണതയൊന്നുമല്ല. അത് അന്നത്തെ സ്വാഭാവികമായ നടപടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത് പറഞ്ഞത് തെറ്റ്. പിന്നെ രണ്ടാമത്, താങ്കൾ ഇമാമുകളുടെ വധത്തെ കുറിച്ച് പറഞ്ഞു. അതിൽ ആർക്കാണ് തർക്കം? ഇമാമുകൾ, പ്രസിദ്ധരായ പണ്ഡിതർ, ഷെയ്ഖ് ഹസനുൽ ബന്ന ആരാണ് കൊന്നത്? ഇന്നും കൊല്ലപ്പെടുന്നുണ്ട് പണ്ഡിതന്മാർ. ഇന്നും ഞാൻ ഇരിക്കുന്ന സ്ഥലത്തുള്ള പലരും അങ്ങനെയുള്ള അവസ്ഥകളിലാണുള്ളത്. ഇസ്ലാമിന്റെ ശത്രുക്കൾ, അത്തരത്തിലുള്ള ചില ശത്രുക്കളാണ് ഈ പറയുന്ന സുന്നത്തിന്റെ നിഷേധികളും. അവരും ശത്രുക്കളാണ്. അതുപോലെ മറ്റും ശത്രുക്കളുണ്ട്. അടുത്തത്, സീറയിലാണ് ഇത് ആദ്യം രേഖപ്പെടുത്തപ്പെട്ടത്. ആ സീറകൾക്കൊന്നും ഒരു വാലിഡിറ്റിയും ഇല്ല എന്ന് താങ്കൾ പറഞ്ഞു. തെറ്റാണത്, തെറ്റാണ്. ആര് പറഞ്ഞു സീറയിലാണെന്ന്? താങ്കൾക്ക് എന്താ തെളിവ്? അല്ല, ഇത് ഹദീസിലാണ്. താങ്കളുടെ ധാരണയാണ് തിരുത്തേണ്ടത്. ആദ്യം രചിച്ചത് സീറയൊന്നുമല്ല, ആദ്യം രചിച്ചത് ഹദീസുകൾ തന്നെയാണ്. ഈ ഹദീസുകൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പോലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചിട്ടുണ്ട്. സഹീഫത്തു അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ്, സഹീഫത്തു ഉബയ്യ് ഇബ്നു കഹ്ഫ്, അങ്ങനെ നിരവധി സ്വഹാബാക്കളുടെ സ്വഹീഫകൾ ഉണ്ടായിരുന്നു. അത് ഖുർആൻ പോലെ തന്നെ വാചികമായി കൈമാറ്റം ചെയ്യപ്പെട്ട, ഓറൽ ട്രഡീഷനിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് ഈ സംഗതികൾ. അപ്പോൾ ഇതിന്റെ കൃത്യതയും ഇതിന്റെ സൂക്ഷ്മതയും ഒക്കെ ഇസ്ലാമിക ലോകം അംഗീകരിച്ചതും വളരെ കൃത്യവുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതികളെ അന്ധമായ വിരോധത്തിന്റെ പേരിൽ ജീർണത എന്നും അപരിഷ്കൃതമെന്നും പറഞ്ഞുകൊണ്ട് ഇതിനെ നിഷേധിക്കാൻ ഒരുമ്പെടുമ്പോൾ നാം ഇരിക്കുന്ന കൊമ്പ് മുറിക്കാതിരിക്കുക എന്നൊന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സലാം. പിന്നെ അടുത്ത ചോദ്യം. അസ്സലാമു അലൈക്കും. ഞാൻ പറഞ്ഞത് രേഖാമൂലം നിങ്ങൾ പറയുന്ന ഹദീസ് എന്ന് പറയുന്നത് ബുഖാരിയാണല്ലോ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ബുഖാരിയാണല്ലോ നിങ്ങൾ റെഫർ ചെയ്യുന്നത്. ആ ബുഖാരിക്ക് 150 വർഷം മുമ്പാണ്, ഇമാം ഹനീഫയുടെ കാലഘട്ടത്തിലാണ് ഇബ്നു ഇസാഖിന്റെ സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രചിക്കപ്പെടുന്നത്. അതിലാണ് ആദ്യമായിട്ട് ഇത് രേഖപ്പെടുത്തിയായിട്ട് ഇപ്പൊ നമുക്കറിയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ലഭ്യമായ ചരിത്ര രേഖകളിലൂടെ ഈ 6 വയസ്സ് എന്ന് രേഖപ്പെടുത്തി ബുഖാരിക്ക് മുമ്പ്
150 വർഷം മുമ്പ് ഇബ്നു ഇസാഖിന്റെ ചരിത്രമാണ് ഏറ്റവും അതല്ലാത്ത ഏതാണ് ഗ്രന്ഥം നിങ്ങൾ പറയണം. രേഖപ്പെടുത്തപ്പെടുന്നത് മാത്രമല്ല തെളിവ്, രേഖപ്പെടുത്തുന്നതേ തെളിവാകൂ എന്നുള്ളതിന് താങ്കൾക്കുള്ള തെളിവ് എന്താ? അതൊന്ന് പറയൂ. രേഖപ്പെടുത്തിയതേ തെളിവാകുകയുള്ളൂ, അതേ നമുക്ക് ലഭ്യമുള്ളൂ. മറ്റേ വരമൊഴികളോ നോ. ആദ്യം തെളിവ് പറ. രേഖപ്പെടുത്തപ്പെട്ടതേ തെളിവാകൂ എന്നുള്ളതിന് താങ്കൾക്ക് തെളിവുണ്ടെങ്കിൽ അതിപ്പോ പറയണം. ജസ്റ്റ് സോറി, എനിക്കൊരു ഫോൺ ഉണ്ട്, ഒരൊറ്റ അർജന്റ് ഫോണാണ്. നോ, യു ക്യാൻ ഗോ ഫോർ അനദർ ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഐ ഹാവ് അനദർ അർജന്റ് ഫോൺ. സോറി. ഓക്കെ, ഇനി ഏതെങ്കിലും സഹോദരന്മാർക്ക് ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ കേട്ടോ. ഏതെങ്കിലും സഹോദരന്മാർക്ക് ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മൊയ്തീൻ ആണ് പേര്. പിന്നെ ആയിഷ ബീവിയുടെ കല്യാണം 18-ാം വയസ്സിലായിരുന്നു, 17-ാം വയസ്സിലായിരുന്നു എന്നൊക്കെ ഒരു വായന ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്ന് വിശദീകരിക്കാവോ? അസ്മാ ബീവിയുടെ ഓക്കെ, അത് ശരിയാണ്. ഇസ്ലാമിക ലോകത്ത് തന്നെ ഇത്തരം ഒരു റിപ്പോർട്ട് ഈ സമീപകാലങ്ങളിലായി പൊന്തി വരുന്നുണ്ട്. അതിന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹം 18 വയസ്സിലോ അല്ലെങ്കിൽ 25 വയസ്സിലോ ആണെന്ന് പറയുന്നതിന് നമുക്കാർക്കും അത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ, അതിന് കൃത്യമായ തെളിവുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ആർക്കും ഒരു വിരോധവുമില്ല. പക്ഷെ ഇവിടെ ഉള്ള വിഷയം എന്ന് വെച്ചാല് ഈ സംഗതി പറയുന്നതിന് ആകെക്കൂടി അവർ അവലംബമാക്കുന്നത് അസ്മാ റളിയല്ലാഹു അൻഹയുടെ വയസ്സാണ്. അസ്മാ റളിയല്ലാഹു അൻഹയ്ക്ക് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും 10 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇത് തന്നെ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടല്ല, അത് ചരിത്രങ്ങളിൽ വന്നതാണ്. എന്നിട്ട് പിന്നെ ഈ 10 വയസ്സിന്റെ മുകളിൽ ഉള്ള ഒരു കാൽക്കുലേഷൻ, ഇതിനെ അങ്ങോട്ട് കുറച്ച് ഇതിനെ ഇങ്ങോട്ട് കൂട്ടി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഇതിങ്ങനെയാകണം, അങ്ങനെയാകുമ്പോൾ ഇങ്ങനെയാകണം എന്ന് തുടങ്ങിയുള്ള ഒരു വർത്തമാനമാണ്. പക്ഷേ അപ്പോൾ ഇവിടെ ഏറ്റവും ക്ലാസിന്റെ തുടക്കത്തിൽ സൂചിപ്പിക്കപ്പെട്ട എല്ലാ ഹദീസുകൾക്കും അത് എതിരാവുകയാണ്. ഒരൊറ്റ ഹദീസിലും ആ സംഭവം പറഞ്ഞിട്ട്. ഇനി മാത്രമല്ല, അസ്മാ റളിയല്ലാഹു അൻഹയ്ക്ക് 10 വയസ്സാണ് എന്നുള്ളത് ഇവർ തന്നെ പറയുമ്പോൾ ആ ആർട്ടിക്കിളിലൊക്കെ വരുന്നത് ഇത് നിസ്തർക്കമായിട്ടുള്ള ഒരു കാര്യമാണ്. അസ്മാ റളിയല്ലാഹു അൻഹയ്ക്ക് ഇതിന്റെ പ്രായ വ്യത്യാസം 10 ആയിരുന്നു. ആ പറയുന്നതും തെറ്റാണ്. അതുപോലെ അസ്മാ റളിയല്ലാഹു അൻഹയെ പോലെ ആയിഷ റളിയല്ലാഹു അൻഹ ബിഅസത്തിന് മുമ്പ്, പ്രവാചകത്വത്തിന് മുമ്പാണ് ജനിച്ചത് എന്നുള്ളതും നിസ്തർക്കമാണെന്ന് പറയുന്നുണ്ട്. അതും തെറ്റാണ്. അത് രണ്ട് അസത്യവാദങ്ങൾ അതിൽ വന്നു ചേരുന്നുണ്ട്. അങ്ങനെ ഇല്ല. ഇമാം റഹബിയുടെ സിയറു ആലാമുൻ നുബല, ഇബ്നു ഹജറിന്റെ ചരിത്രം, അതുപോലെ തബരിയിലും ഒക്കെ ആയിഷ റളിയല്ലാഹു അൻഹ ജനിക്കുന്നത് പ്രവാചകത്വത്തിന് 3-4 വർഷങ്ങൾക്ക് ശേഷമാണെന്നാണ് പറയുന്നത്. അപ്പൊ ചില തെറ്റിദ്ധാരണകൾ അതിൽ കടന്നുകൂടിയിട്ടുണ്ട്. ആ സംഭവത്തെ കുറിച്ച് തന്നെ നമ്മൾ കൃത്യമായി അന്വേഷിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ചിലർ ഇതിനെ വ്യാഖ്യാനിക്കുകയും തീയതികൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഈ വിഷയം പറഞ്ഞത് അക്കാദാണ്. ഈജിപ്ഷ്യൻ സാഹിത്യകാരനായ അക്കാദാണ് ആദ്യം ഈ വിഷയമായി രംഗത്തേക്ക് വരുന്നത്. അപ്പോ അന്ന് അക്കാദ് പറഞ്ഞപ്പോൾ, അക്കാദ് ഇത്തരത്തിൽ അസ്മയുടെ വിവാഹവും ഒക്കെയായി ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ അക്കാദിന് 12 വയസ്സായിരുന്നു. അങ്ങനെ അക്കാദ് ഈ പടച്ചു വിട്ട 12 വയസ്സ് പിന്നീട് ഒരു അമേരിക്കക്കാരൻ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി, അയാൾ കേരളക്കാരനുമാണ്. ഈ ഷാനവാസ് അതിനെ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്തു. അങ്ങനെ ഇംഗ്ലീഷിലേക്ക് ചെയ്തപ്പോൾ ഷാനവാസ് കുറച്ചുകൂടെ ആഡ് ചെയ്തു. ഇങ്ങനെ ഈ തീയതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കുറച്ചുമായിട്ട് ഷാനവാസ് അത് 18 ആക്കി. അക്കാദിന്റെ കാലത്ത് അത് 12 മതിയായിരുന്നിരിക്കാം, പിന്നീട് 18 ആയി. ഇനിയിപ്പോ ഇന്ത്യയിലൊക്കെ നമുക്കൊക്കെ ഒരു അക്സെപ്റ്റബിൾ ആണ് അത് 18. പക്ഷെ ഇനി അപ്പൊ അടുത്ത് ആക്കാൻ പോകുന്നുണ്ട്, 21 ആക്കാൻ പോകുന്നുണ്ട് സ്ത്രീകളുടെ വിവാഹപ്രായം. അപ്പൊ ഇരിക്കട്ടെ. അങ്ങനെ ഷാനവാസ് അത് ഇംഗ്ലീഷിൽ എഴുതി. അതിനുശേഷം ഒരു ജർമ്മൻ ചിന്തകൻ അബ്ദുള്ള ബിൻഹോം എന്നോ മറ്റോ ആണ് അയാളുടെ പേര്, ഞാൻ പേര് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അതിന്റെ ഹിസ്റ്ററി എങ്ങനെയാണ്? അങ്ങനെ ജർമ്മൻ എഴുത്തുകാരൻ അത് ജർമ്മൻ ഭാഷയിലേക്ക് ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിനുശേഷം ഈ സംഭവം ഈജിപ്തിലേക്ക് വീണ്ടും തിരിച്ചെത്തി. ഇസ്ലാം ബുഹൈരി എന്ന ഒരു സുന്നത്ത് നിഷേധിയായ വ്യക്തിയാണ് ആദ്യം ഈ സംഭവം ഈജിപ്തിൽ അൽ യൗം എന്ന പത്രത്തിൽ ആദ്യം എഴുതിയത്.
അലിയവുമാണോ അത് പത്രത്തിന്റെ പേര് മാറിയിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും ഇസ്ലാം ബുഹൈരി എന്ന സുന്നത്ത് നിഷേധിയായ ഒരു ഈജിപ്ഷ്യൻ ആണ് ആ സംഭവം. അദ്ദേഹം ഒരു ജേർണലിസ്റ്റാണ്, അദ്ദേഹം എഴുതി. അതിനുശേഷം അതിങ്ങനെ അറബിയിൽ വന്നപ്പോൾ പിന്നീട് നമ്മുടെ നാട്ടിലേക്കും അത് പലരും അത് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അകത്തൊക്കെ ഈ പറഞ്ഞ അടിസ്ഥാന പ്രശ്നമുണ്ട്. അസ്മയുടെ വയസ്സും അതുപോലെ ആയിഷ പ്രവാചകത്വത്തിന് മുൻപാണ് ജനിച്ചത് എന്നുള്ളത് ഈ ചരിത്ര വസ്തു. പക്ഷെ ആ ചരിത്ര വസ്തുത അത് മാത്രമൊന്നുമല്ല, അതിന്റെ വിപരീതമായിട്ടുള്ള ചരിത്ര വസ്തുതകളും ഒക്കെ ഉണ്ട്. ആയതുകൊണ്ട് അത് പ്രാമാണികമായി ഗണിക്കപ്പെടാൻ കഴിയാത്തതാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. ഞാൻ വേറെ ഫോണിലായി പോയതാണ്. ഞാൻ പറഞ്ഞത് ഈ സീറകളാണ് ആദ്യം രചിക്കപ്പെട്ടത് താങ്കൾ അംഗീകരിക്കണം. സീറയാണ് രേഖപ്പെടുത്തപ്പെട്ടത്. അംഗീകരിക്കലല്ല എന്റെ ജോലി. താങ്കൾ താങ്കൾ ജനങ്ങളുടെ മുമ്പിൽ സംസാരിക്കുമ്പോ ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നു. ഇമാം ഹനീഫയുടെ സോറി ഹലോ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, താങ്കൾ ശ്രദ്ധിക്കണം, എന്നിട്ട് പറയണം. ഇമാം ഹനീഫയുടെ സമകാലികനായ ഇബ്നു ഇസ്ഹാഖിന്റെ ചരിത്രമാണ് സീറ എന്ന പേരിൽ രേഖപ്പെടുത്തിയ ഏറ്റവും പഴക്കമുള്ളത്. താങ്കൾക്കുള്ള തെളിവ് അതാണ് ലഭ്യമായ ചരിത്രത്തിൽ. തെളിവെന്നാണ് ഞാൻ പറയുന്നത്. താങ്കളുടെ വാക്ക് പറയാം. താങ്കൾക്ക് അതിനുള്ള തെളിവ് അതിന്റെ ആ ചരിത്രം, ആ ഗ്രന്ഥകാരൻ ജീവിച്ചിരുന്നത് സാഹിബ് പറയുന്നതല്ലല്ലോ തെളിവ്. താങ്കൾ അതാണെന്ന് പറയുന്നു. അതിനുള്ള തെളിവ് എന്താണെന്ന് എന്റെ ചോദ്യം. താങ്കൾ പറയൂ ഇമാം ഹനീഫയുടെ കാലഘട്ടം ഏതാണ്? ഞാനല്ലല്ലോ എന്റെ വാദമോ എന്റെ നിങ്ങൾ അങ്ങോട്ട് പറയുന്നത്. അതിനുള്ള തെളിവ് പറയണം. ഞാൻ പറയുന്നത് അതാണ്. മൻസൂർ രാജാവിന്റെ ആദ്യത്തെ ഇബ്നു താങ്കൾ കുറെ കാലമായി ഇത്തരത്തിലുള്ള രാജാക്കന്മാരുടെ കഥയും അലി റളിയല്ലാഹു അൻഹുവിന്റെ കഥയും ഇതൊക്കെ താങ്കളും താങ്കളെ പോലുള്ള ആളുകളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കൾക്കൊന്നും ഇതാണ് ശരി എന്ന് പറയാനുള്ള ഒരു തെളിവില്ല. അല്ലെങ്കിൽ ഇതാണ് ആദ്യം എഴുതപ്പെട്ടത് എന്ന് പറയണമെങ്കിൽ പോലും ഈ മുസ്ലിം ചരിത്രകാരന്മാർ പറയണം. അതേ സമയത്ത് അതുപോലെ തന്നെയുള്ള ചരിത്രകാരന്മാരാണ് പറഞ്ഞത് ഹദീസുകൾ പ്രവാചകന്റെ കാലഘട്ടം തൊട്ടേ എഴുതപ്പെട്ടിട്ടുണ്ട്. സ്വഹീഫത്തു അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ്, ഇങ്ങനെ സ്വഹീഫത്തു അലി റളിയല്ലാഹു അൻഹു പോലും എഴുതി വച്ചിരുന്നു ഹദീസുകൾ. ഇങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതൊന്നും അംഗീകരിക്കാതെ ഇബ്നു ഇസ്ഹാഖ്, മൻസൂർ, അബു ഹനീഫയുടെ വധം, ഇതൊരു സ്ഥിരം ക്ലീഷയായി താങ്കൾ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പൊ അതിലൊന്നും വലിയ കഴമ്പില്ല എന്നാണ്. അതായത് ഇതാരാണ് എഴുതിയത്, അപ്പോഴും ഈ പ്രമാണങ്ങൾ തന്നെയാണ് സ്വീകരിക്കാനുള്ളൂ. അപ്പൊ ഈ പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന മുസ്ലിങ്ങൾ പറയുന്നു ഹദീസുകളുടെ ചരിത്രങ്ങൾ ഇന്ന അത് പറയുമ്പോൾ അത് സ്വീകരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുക്കുന്ന ഇത്തരം ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ഈ സംഗതി അത് ശരിയായ നിലപാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്റെ സുഹൃത്ത് കൃത്യമായി ഒന്നുകൂടെ ഇരുന്ന് ചിന്തിക്കുക. ആദ്യം താങ്കൾ പറഞ്ഞത് വളരെ ജീർണമാണെന്നാണ്. ഇനി ഇസ്ഹാഖ് എപ്പോ എഴുതി അതെഴുതി അതൊന്നും നമ്മുടെ വിഷയമേ അല്ല. ഇത്തരത്തിലുള്ള ഒരു സംഗതി ജീർണമായ സംസ്കാരമാണെന്നാണ് താങ്കൾ ആദ്യമേ തന്നെ പറഞ്ഞു തുടങ്ങിയത്. അത് തന്നെ അസംബന്ധമാണ്. ചരിത്രത്തെ വായിക്കാൻ അറിയാൻ കഴിയാത്ത പ്രശ്നമാണത്. ചരിത്രം എന്താണെന്ന് നൂറ്റാണ്ടുകളിലേക്ക്, 6-ാം നൂറ്റാണ്ടിലേക്കും 7-ാം നൂറ്റാണ്ടിലേക്കും പോകണ്ട. അങ്ങനെയെങ്കിൽ താങ്കളുടെ തന്നെ 2-ഓ 3-ഓ ജനറേഷൻ പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അസംബന്ധം, അല്ലെങ്കിൽ അവർ ജീർണത ബാധിച്ച ആളുകളാണെന്ന് താങ്കൾക്ക് പറയേണ്ടി വരും. അപ്പോൾ അത്തരം ഒരു ജീർണതയുടെ ബാക്കി പത്രമാണ് താങ്കളെന്ന് താങ്കൾക്ക് പറയേണ്ടി വരും. അങ്ങനെയല്ല. താങ്കളുടെ പ്രപിതാക്കൾ, താങ്കളുടെ ഗ്രാൻഡ് ഫാദേഴ്സ് അവര് ജീർണത ബാധിച്ചവരാണെന്ന് നമ്മൾ പറയില്ല. അക്കാലഘട്ടത്തിൽ അത് ജീർണമായിരുന്നില്ല. അതൊരു സ്വാഭാവിക നോർമലൈസ് ചെയ്യപ്പെട്ട സംഭവം മാത്രമായിരുന്നു അങ്ങനെയുള്ള എയർലി മാരേജുകൾ. അതിന് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഹദീസിനെ നിഷേധിക്കണം എന്നുള്ള ഒരു സ്റ്റാൻഡ് പോയിന്റിൽ ആദ്യം എത്തി നിൽക്കുകയും എന്നിട്ട് അതിനെ നിഷേധിക്കാൻ വേണ്ടി ബാക്കിയുള്ളതൊക്കെ ജീർണമാണ് എന്നുള്ള ഈ കണ്ടെത്തലിനാണ് പ്രശ്നം. ഇവനാണ് പ്രശ്നം. അതാ രവി പറഞ്ഞതുപോലെ, രവീന്ദ്രൻ പറഞ്ഞില്ലേ, അവനാണ് പ്രശ്നം. അത് ജീർണമാണെന്ന് പറയുന്ന ഇവനാണ് പ്രശ്നം. ഈ സക്കാര്യം കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങൾ എത്ര കാലമായി സഹോദര ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ താങ്കൾ ഇതൊക്കെ പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്? അപ്പോ ഇത് വസ്തുനിഷ്ഠമായി ഈ കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട്. ഇതൊന്നും ഒരു ജീർണമാണ് അല്ലെങ്കിൽ ജീർണിച്ചതായിട്ട് ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നു അങ്ങനെ ഒന്നും കണക്കൂട്ടേണ്ടതില്ല. ഇത്തരം
ഇത്തരം അപ്പോളജറ്റിക് മെന്റാലിറ്റിയോടുകൂടി ഒരു മുസ്ലിമും നടക്കേണ്ടതില്ല. ഇവിടെ ഞാൻ ഗ്രന്ഥങ്ങളായ ഗ്രന്ഥങ്ങൾ, ക്രൈസ്തവ ഗ്രന്ഥങ്ങൾ, ഹൈന്ദവ ധർമ്മശാസ്ത്രങ്ങൾ, പിന്നെ നിരീശ്വരവാദികൾ പറയുന്നത് സബ്ജക്റ്റീവ് മൊറാലിറ്റി, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചു, ലോക ചരിത്രം ഉദ്ധരിച്ചു. ഇനിയും നിരവധി ചരിത്രങ്ങളുണ്ട്, അങ്ങോട്ടൊന്നും പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇതിനെ ഈ നിലക്ക് മാത്രമാണ് കാണേണ്ടത്. നമ്മുടെ തന്നെ മഹാത്മജി എപ്പോഴാ കല്യാണം കഴിച്ചത്? ഇവിടെ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ വിവാഹത്തെ കുറിച്ച് 6-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച സ്ത്രീയെ കുറിച്ച് പറഞ്ഞല്ലോ. ഇത് ഈ നിലക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് ആരോ ആണി അടിച്ചു വച്ചിരിക്കുകയാണ്. പക്ഷപാതിത്വത്തിൽ വളരെ ബയസ്ഡ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് ആണ് നിങ്ങളിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തത്. ഇനി ഞാന് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട കമന്റ്സുകൾ അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആകാം, അതല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. സമയം വളരെ വൈകിയിട്ടുണ്ട്, ഇന്നും 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള നിലക്ക് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലാകാം, അതല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇത് വളരെ വിക്ഷോഭകരമായിട്ടുള്ള, അൽഹംദുലില്ലാ ഇങ്ങനെ ചോദ്യങ്ങൾ വരണം. ഇവിടെ ഉന്നയിച്ച 18 വയസ്സിന്റെ ചോദ്യം അത് പ്രസക്തമാണ്. ആ സംഗതികൾ ഇനിയും ഇത് സംബന്ധമായിട്ട് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ അത് പഠിക്കുകയും അങ്ങനെ ഒരു സംഭവം തെളിയിക്കാൻ കഴിഞ്ഞാൽ അത് കൃത്യതയോടുകൂടി, അതിൽ ഉന്നയിക്കുന്ന കേവലവാദങ്ങളല്ല, അതില് ഈ ഇസ്ലാം ബുഹൈരി അത് ഉന്നയിക്കുമ്പോൾ യാതൊരു തർക്കവും ആ വിഷയത്തിൽ ഇല്ല എന്നാ പറയുന്നത്. അസ്മയുടെ വയസ്സ് 10 വയസ്സായിരുന്നു എന്നുള്ളത്, അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകത്വത്തിന് മുമ്പാണ് ജനിച്ചത് എന്നുള്ളതിലും യാതൊരു തർക്കവും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അത്തരത്തിൽ അത് ചരിത്രപരമായ വസ്തുതയല്ല. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. സിയറു ആലാമുൻ നുബല അതിന്റെ അകത്ത് അത് പറഞ്ഞിട്ടുണ്ട്, ബഅസത്തിന് ശേഷം, പ്രവാചകത്വത്തിന് ശേഷമാണ് ജനിച്ചത്. അതുപോലെ ഇബ്നു ഹജറിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, താരീഖ് തബരിയിൽ പറയുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ചരിത്രങ്ങളെ തമസ്കരിച്ചുകൊണ്ട് അസത്യമായ ഒരു പ്രസ്താവന അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുപോലെ അസ്മാ ബീവിയുടെ വയസ്സും അത് 14 വയസ്സായിരുന്നു എന്നും അതുപോലെ നിരവധി ചർച്ചകൾ ആ വിഷയത്തിലുണ്ട്. അതൊന്നും ഒരു സ്ഥിരമായിട്ടുള്ള സംഗതിയല്ല. അതുകൊണ്ട് തന്നെ ആ ചരിത്ര വസ്തുതകളെ ഏകപക്ഷീയമായ സത്യം എന്നുള്ള നിലക്ക് അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ പുറത്ത് കെട്ടിപ്പടുക്കുന്ന മറ്റ് സംഗതികൾ നമുക്ക് അസ്വീകാര്യമായി വരും എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇനി മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കുകയാണ്. സമയം 2 മണിക്കൂറോളം 2 മണിക്കൂറോളം ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മുടെ മോഡറേറ്ററെ കാണുന്നില്ല. ഞാനിവിടെ ഉണ്ട്. സൈനുദ്ദീൻ സാഹിബ് വേറെ പരിപാടികൾ കൊണ്ട് പോയിട്ടുണ്ട്. അത് ശരി. മറ്റു ജലീൽ സാഹിബ് വളരെ ഉഷാറായി, അതേ പറയാനുള്ളൂ. മറ്റു ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് ഈ ഒരു പരമ്പരയിലെ ആദ്യത്തെ ഹദീസ് നിരൂപണമാണ് ഇപ്പോൾ നടന്നത്. ഈ വിഷയത്തിൽ ഇപ്പൊ അവസാനം മൊയ്തീൻ സാഹിബ് ചോദിച്ച 18 വയസ്സിന്റെ വിഷയത്തിൽ ഇസ്ലാമിക സാഹിത്യങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ചില മാഗസിനുകളിൽ, വീക്കിലികളിലൊക്കെ അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ചില ലേഖനങ്ങളൊക്കെ ഈയിടെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ജലീൽ സാഹിബ് നൽകിയ മറുപടി ആ ധാരണകളെ തിരുത്തുന്നതാണ്. അത് വേണമെങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മക്ക് തന്നെ ഒരു ലേഖനമായി അതിലെ ശരികേടുകൾ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പ്രസിദ്ധീകരിക്കാവുന്നതാണ്. അതിനുള്ള ശ്രമങ്ങൾ ഇൻഷാ അല്ലാഹ് ജലീൽ സാഹിബ് തന്നെ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ നിരർത്ഥകമായ അഷ്റഫ് സാഹിബ് ഒരു കാര്യം കൂടെ, ഇവര് ഞാൻ സൂചിപ്പിച്ചല്ലോ, അസ്മയുടെ വയസ്സ് 10 ആണെന്നുള്ളത് ഖണ്ഡിതമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. അതുപോലെ പ്രവാചകത്വത്തിന് മുമ്പായിരുന്നു ആയിഷ ജനിച്ചത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു വിഷയം ഈ ആളുകൾ പറയുന്നത്, ഈ
9 വയസ്സിന്റെ കഥ റിപ്പോർട്ട് ചെയ്യുന്നത്, ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് ഹിഷാബും ഒരു ഉർവയിൽ നിന്ന് മാത്രമാണ് എന്നും ഇവർ പറയുന്നുണ്ട്. അതും തെറ്റാണ്. വേറെയും പല റിപ്പോർട്ടുകളിലൂടെയും ഈ സംഗതി വന്നിട്ടുണ്ട് എന്നുകൂടി ഓർമ്മ. അപ്പൊ ഇങ്ങനെ പല തെറ്റുകളുടെയും ഒരു സമാഹാരമായിട്ടാണ് ആ ലേഖനങ്ങൾ ഇങ്ങനെ പ്രോപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുകൂടെ മനസ്സിലാക്കണം. ഓക്കെ, ഇതിന്റെ ഒരു ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ കിട്ടുമോ? ഇതിന്റെ റെക്കോർഡ് ചെയ്ത ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ കിട്ടുമോ? കിട്ടും ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് കിട്ടണം. പലരും ചോദിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ലിങ്ക്, അതിന്റെ യൂട്യൂബ് ലിങ്ക് ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. കഴിഞ്ഞ ആഴ്ചകളത്തേത് റെഡി ആയിട്ടില്ല. മിക്കവാറും ഇന്നല്ലെങ്കിൽ നാളെ റെഡിയാവും. ഇതിന്റേതും ഒരു 2-3 ദിവസത്തിനകം റെഡിയാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻഷാ അല്ലാഹ്. അതിന്റെ ലിങ്ക് നമുക്ക് ഇതിൽ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് പലരും ആവശ്യപ്പെടുന്നുണ്ട്. വളരെ ഇഷ്ടപ്പെട്ടു, നന്നായി. ജസാക്കല്ലാഹ് ഖൈർ. കുറെ വാദങ്ങള് വിശ്വാസികളിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്ന, ആശങ്കകൾ ഉണ്ടാക്കുന്ന കുറെ വാദങ്ങൾ ഇത്തരം ഹദീസുകളുടെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ നിജസ്ഥിതി എന്താണെന്നും അതിന്റെ സത്യാവസ്ഥ എന്താണെന്നും ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ജലീൽ സാഹിബിന് വേണ്ടി എടുക്കുന്ന ശ്രമങ്ങൾ അള്ളാഹു ഏറ്റവും പ്രതിഫലാർഹമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ പരമ്പര തുടരണം. എല്ലാവരും സഹകരിക്കണം, പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഈ പരിപാടി അവതരിപ്പിച്ച ജലീൽ സാഹിബിന് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച, ഇത് ശ്രവിച്ച, ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.